നിങ്ങൾ എന്ത് ചെയ്യുക, 1 or 2 മാത്രം ടൈൽസിലേക്ക് ചുരുക്കുക. അപ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ എന്നാ സാർ തുടങ്ങാം. യെസ്. ഓക്കെ, അപ്പൊ മക്കളെ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. Good morning, sir. Good morning, sir. ഓക്കെ, Good morning, sir. അപ്പോ എന്തായാലും ഞാൻ ഇത്രയും കാലം പഠിപ്പിച്ചു വന്ന ഏകദേശം ഒരു 1 year-ഓളം പഠിപ്പിച്ചു വന്ന ഒരു പ്ലാറ്റ്ഫോം സൂം എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ ഗ്രൂപ്പ് ആണ്. ഗൂഗിൾ മീറ്റ്, സൂം ഉണ്ട്, 2 കാര്യങ്ങളുണ്ട്. അപ്പൊ അതില് ഒരു സ്ഥാപനങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ഗൂഗിൾ മീറ്റ്. ഗൂഗിൾ മീറ്റ് ആകുമ്പോൾ കുറച്ചുകൂടി സെക്യൂർ ആയിരിക്കും, നിങ്ങൾ കുറച്ചുകൂടി സെക്യൂർ ആയിരിക്കും. അപ്പോ ഞാൻ പറയുന്നത് സാർ ഒരു സെക്കൻഡ് ഞാൻ ഇടപെട്ടോട്ടെ. പിന്നെ നിങ്ങൾ സ്റ്റുഡൻസ് ഒന്ന് ചെയ്യേണ്ടത് എല്ലാവരും മൈക്ക് ഓഫ് ചെയ്യണം. എന്നാൽ വീഡിയോ പറ്റാവുന്നവരൊന്ന് കുളിച്ചു കുട്ടപ്പന്മാരായിട്ടുള്ള ആൾക്കാരല്ലേ വീഡിയോ ഒന്ന് ഓൺ ആക്കിയാൽ സാറിന് അവരുടെ റെസ്പോൺസ് ഒന്ന് കാണാലോ അല്ലെ? അല്ല നല്ലത് സാർ? വേണോ? അതെ, നിർബന്ധമൊന്നുമില്ല. അവര് ഞാൻ 2 ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പഠിപ്പിക്കുന്ന ക്യാമറ ഉണ്ട്, അത് കുട്ടികളോടുകൂടിയാണ് ഞാൻ പറയുന്നത്. ഒരു ക്യാമറ ഉണ്ട്. അതുപോലെ തന്നെ എന്റെ ഫ്രണ്ടിൽ ഇപ്പൊ ഞാൻ എന്റെ റൂം സ്റ്റുഡിയോ ഇങ്ങനെയാണുള്ളത്. ഫ്രണ്ട് സൈഡിൽ ഒരു ബോർഡ് ഉണ്ട്. അത് നിങ്ങളുടെ മനസ്സിൽ ഒരു ചെറിയ പ്ലാൻ ഉള്ളത് നല്ലതാണ്. അതായത് ഇവിടെ ക്യാമറ ഉണ്ട്, ഇവിടെ ലാപ്ടോപ്പ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻ ഫ്യൂച്ചർ നമ്മൾ സംസാരിക്കുന്ന സമയത്ത്, പഠിപ്പിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, ചില ആൾക്കാർക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഇപ്പം അവർക്ക് പെട്ടെന്ന് എല്ലാവരും മുമ്പ് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ബുദ്ധിമുട്ടിന്റെ ഒരു ആവശ്യമില്ല. എല്ലാം വളരെ ഫ്രീ ആയിട്ട് മാത്രം ഇരുന്നാൽ മതി, വളരെ റിലാക്സ് ആയിട്ട് ഇരുന്നാൽ മതി. ഇൻ കേസ് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചാറ്റില് ഇപ്പം സാർ ആ ഒരു പോയിന്റ് മനസ്സിലായില്ല പറഞ്ഞത്, അല്ലെങ്കിൽ ആ ഒരു സാധനം ഒന്നുകൂടി പറയോ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കണം എന്നുണ്ടെങ്കിൽ, സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഡയറക്റ്റ് ചാറ്റിലേക്ക് ഇട്ടാല് ഞാൻ നിങ്ങളുടെ ചാറ്റ് കാണും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ 2 സംഭവങ്ങൾ നോക്കുന്നുണ്ട്. ഒന്ന് ഈ ലാപ്ടോപ്പ് നോക്കുന്നുണ്ട്, അത് നിങ്ങളുടെ റെസ്പോൺസ് ആണ് ഞാൻ നോക്കുന്നത്. ഒന്ന് ക്യാമറ നോക്കുന്നുണ്ട്, അത് നിങ്ങളെ തന്നെയാണ് ഞാൻ നോക്കുന്നത്. അപ്പോ ഈ 2 മാത്രമാണ് ഞാൻ നോക്കിക്കൊണ്ട് പഠിപ്പിക്കുന്നത്. സോ എന്റെ മുമ്പിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും പറയാൻ, എഴുത്തിലൂടെ പറയണമെങ്കിൽ എനിക്ക് ലാപ്ടോപ്പ് പറയാം, ഡയറക്റ്റ് പറയണമെങ്കിൽ പറയാം. ബെറ്റർ മൈക്ക് ഓഫ് ചെയ്യാം. അതായത് ഞാൻ മറ്റേ പ്ലാറ്റ്ഫോമിൽ പഠിപ്പിച്ച അനുഭവം എന്ന് പറയാണ്, ഒന്നൊന്നേ ആ തുടങ്ങിയ കാലത്ത് പഠിപ്പിക്കുന്ന സമയത്ത് ഒന്ന് നിങ്ങൾ എല്ലാവരും മൈക്ക് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക. കാരണം എന്താന്ന് വെച്ചാല് ഒരാള് സംസാരിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. പിന്നെ നമ്മൾ സംസാരിക്കുന്നില്ലെങ്കിൽ തന്നെ ഈ ലാപ്ടോപ്പിന്റെ ഒക്കെ അല്ലെങ്കിൽ മൊബൈൽ ഫോണിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മൈക്ക് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് നമ്മളിങ്ങനെ ഈ മൊബൈൽ ഫോൺ ഇങ്ങനെ ഒന്ന് വെക്കുമ്പോൾ നിരക്കി വെക്കുമ്പോൾ കീന്ന് പറഞ്ഞ ഒച്ച കേൾക്കും. അപ്പൊ ആ ഒരൊച്ച ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബെറ്റർ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ മൈക്ക് ഒന്ന് ഓഫ് ചെയ്ത് വെച്ചാല്, കേൾക്കാൻ പറ്റത്തക്ക രീതിയിൽ വെച്ചാൽ അടിപൊളിയായി. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാല് നിങ്ങൾ വീഡിയോ ഓൺ ചെയ്ത് കഴിഞ്ഞാല് വളരെ നല്ലതാണ്. ഒരു ക്ലാസ്സിൽ ഇരിക്കുന്ന ഫീൽ എല്ലാവർക്കും കിട്ടും. അത് നിങ്ങളുടെ ചോയ്സ് ആണ്. എന്റെ ഒരു അഭിപ്രായത്തിൽ ഇനിയിപ്പോ ഒരു ഓൺലൈൻ ക്ലാസ്സുകളാണ് മുമ്പോട്ടേക്ക് പോകുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ റൂമിൽ ഒരു മൂലക്ക് ഒരു സൈഡില് നിങ്ങൾക്ക് കൃത്യമായി അതിനൊരു അറേഞ്ച്മെന്റ് ഉണ്ടാക്കി വെക്കുന്നത് ഭാവിയിൽ ഇൻ ഫ്യൂച്ചർ നല്ലതാണ്. വീട്ടിൽ അതിന് വേണ്ട ഒരു ആംബിയൻസ്, നിങ്ങളുടെ മുമ്പിൽ ഒരു മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ എന്താന്ന് വെച്ചാൽ തുറന്നു വെക്കുക, ഒരു ടേബിള്, അതിന്റെ അടുത്തൊരു ബുക്ക്, ഓക്കെ, എഴുതാനുള്ള നമ്മുടെ ബുക്സ്, പിന്നെ വേണമെങ്കിൽ ഒരു എന്താ പറയാ നല്ല ഇഷ്ടപ്പെട്ട എന്തെങ്കിലും പൂക്കളോ ഒക്കെ, ഇൻഡോർ പ്ലാന്റ്സിന്റെ ഒക്കെ കാലാണ്, വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായി. ചോയ്സ് ആണ് ഓരോ ആൾക്കാരുടെ. അപ്പൊ കുറച്ച് ക്ലീൻ ആൻഡ് ഹൈജീനിക് ആയിട്ട് ആ ഭാഗത്ത് വെച്ചാൽ നമുക്ക് ഇരിക്കുമ്പോഴും ആ ഒരു ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഒരു ഉഷാറ് കിട്ടും, നമുക്കൊരു ആംബിയൻസ് കിട്ടും, അതിന്റെ പഠിക്കാനുള്ള ആംബിയൻസ്. അപ്പോ എല്ലാത്തിനും അതിൻ്റെതായ ആംബിയൻസ് അല്ലേ ഏറ്റവും നല്ലത്. ഇപ്പൊ പഠിക്കാൻ ഏറ്റവും പറ്റിയ ആംബിയൻസ് എന്താ? പുസ്തകങ്ങൾ, പഠനവുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ നമ്മുടെ മുമ്പിൽ തരാം. ഒരു കല്യാണ വീട്ടിൽ ഏറ്റവും ബെസ്റ്റ് ആംബിയൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ കല്യാണ വീട്ടിൽ കുറെ ലൈറ്റുകളും അല്ലെങ്കിൽ അങ്ങനത്തെ എഫക്റ്റുകളാണ് അവിടുത്തെ ആംബിയൻസ്. അപ്പൊ ആ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനും കൂടി കുറച്ചൊരു ഉഷാറുണ്ടാവും. പിന്നെ ഉഷാറായിട്ടിരിക്കുക. എന്റെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം ഞാൻ പറയുന്ന ഒരു കാര്യം, എനിക്ക് ക്ലാസ്സിൽ നല്ലോണം പഠിക്കുന്ന കുട്ടികളും പഠിക്കാത്ത കുട്ടികളും എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഒന്നുമില്ല. എല്ലാവർക്കും വിവരമുള്ള കുട്ടികളാണ്. ഓരോ കുട്ടിയും ഓരോ സ്റ്റാറുകളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാം ഏത് നിലയിൽ എത്തുന്നു എന്ന് പറയാൻ പറ്റില്ല. ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും ഭയങ്കരമായിട്ട് പറയുകയാണെങ്കിൽ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ടീച്ചേഴ്സ് ആരാണ്? നിങ്ങളുടെ താഴെയാണ്, ഒരിക്കലും നിങ്ങളുടെ മുകളിലാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. പക്ഷെ യഥാർത്ഥത്തിൽ നിങ്ങളുടെ താഴെ തന്നെയാണ് ഇരിക്കുന്നത്. കാരണം നിങ്ങൾ ടീച്ചേഴ്സിന്റെ എല്ലാം മുകളിൽ 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 അപ്ഗ്രേഡ് ചെയ്ത് പോകാനുള്ള ആൾക്കാരാണ്.
16 വയസ്സോ 15 വയസ്സോ മാത്രമുള്ള കുട്ടികളാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പോ ഈ കുട്ടികൾ എന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഉറപ്പാണ് നിങ്ങളുടെ മുമ്പിൽ അവർ ഭയങ്കരമായ വേൾഡ് തുറന്നു വെച്ചിട്ടുണ്ട്. പണ്ടൊക്കെ ADBC എന്നൊക്കെ പറയാം, അന്നോ ഡൊമിനി അല്ലെങ്കിൽ ബിഫോർ ക്രൈസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടല്ലേ സാധാരണഗതിയിൽ നമ്മൾ ഇയർ തിരിക്കുന്നത്. പക്ഷെ ഇനി മുതലുള്ള ഇയർ തിരിക്കല് ശരിക്കും പറഞ്ഞാൽ AC-യും BC-യും ആണെന്ന് എല്ലാവരും ഇപ്പൊ പറയാറുണ്ട്. AC-യും BC-യും, ആഫ്റ്റർ കൊറോണയും ബിഫോർ കൊറോണയും. നിങ്ങൾ ബിഫോർ കൊറോണയിൽ ജനിച്ച ആൾക്കാരാണ്, ആഫ്റ്റർ കൊറോണയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോ ഇനി എല്ലാവരും വട്ടപൂജ്യങ്ങളാണ്. ഞാനും നിങ്ങളും ഈവൻ ലോകത്തുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും എല്ലാ സ്ഥാപനങ്ങളും ഇപ്പൊ വട്ടപൂജ്യത്തിന് നിൽക്കുകയാണ്. ഇനി ഇവർ ബിൽറ്റപ്പ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചാണ് നമ്മുടെ ഭാവി നിർണ്ണയിക്കപ്പെടുക. അതുകൊണ്ട് അപ്പൊ ഭയങ്കര ഓപ്പർച്യൂണിറ്റി അല്ലെ, ഒന്നുമില്ലാത്ത ആൾക്കാർ എല്ലാവരും ഒന്നിച്ചിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഏത് ലെവലിൽ വേണമെങ്കിലും പോകാൻ പറ്റും, നമ്മൾ ഏത് ലെവലിൽ വേണമെങ്കിലും താഴാനും പറ്റും. അപ്പോ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പാറി പറക്കേണ്ട ആൾക്കാരാണ് എന്റെ മുമ്പിലുള്ളത്. ഡോക്ടേഴ്സ് ആവാൻ, എഞ്ചിനീയേഴ്സ് ആവാൻ, സയൻസിന്റെ മേഖല എടുത്തുകൊണ്ട് ഏറ്റവും നല്ല നിലയിലേക്ക് എത്താൻ വേണ്ടി. നിങ്ങളുടെ സ്വപ്നങ്ങൾ ഒരിക്കലും ഈ മലപ്പുറം ജില്ലയിലോ അല്ലെങ്കിൽ മലബാറിലോ അല്ലെങ്കിൽ കേരളത്തിലോ ഒരിക്കലും ചുരുങ്ങി നിൽക്കേണ്ട ആൾക്കാരല്ല. ഒരുപാട് പുറത്തോട്ട് പോകാനുള്ള ആൾക്കാരാണ്. ഇന്ത്യയിലെ ഭയങ്കര എക്സ്ട്രീം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്, വേൾഡിലുണ്ട്. IIT NIT എന്നൊക്കെ കേൾക്കുന്ന നിങ്ങൾ ഇനി MIT എന്നൊക്കെ കേൾക്കണം, മാസച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ലോകത്തെ തന്നെ ഏറ്റവും വലിയ ടെക്നോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഉഷാറിൽ നമ്മൾ അങ്ങനെ വരണം, നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹത്തിൽ, ഒരു സന്തോഷത്തിന് അത്രയും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എന്റെ മുമ്പിൽ ഇരിക്കണം. ഓരോ കുട്ടിയും കിഡിലനാണ്. നമ്മളിങ്ങനെ വെറുതെ വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. കിഡിലനാണ്, നീ അടിപൊളിയാണ്, നീ മുത്താള എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ എല്ലാവർക്കും കഴിവുള്ള കുട്ടികളാണ്. ചിലപ്പം നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് ആയിരിക്കും നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള കുട്ടികൾ, ചിലപ്പോൾ നിങ്ങൾ ഫിസിക്സ് ആയിരിക്കും ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കുട്ടികൾ. നിങ്ങൾ ഏത് മേഖലയിലാണോ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് ആ മേഖലയിൽ മാക്സിമം സക്സീഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോ നിങ്ങൾ അവിടെ ബെസ്റ്റ് ആയിട്ട് മാറും. റെഡി? അപ്പൊ എല്ലാവരും ഉഷാറല്ലേ? ആക്റ്റീവ് അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ. അപ്പോ എന്താണ്, വളരെ ഉഷാറായിട്ട് ക്ലാസ്സിലിരിക്കുക, എല്ലാവരും ക്ലാസ്സിലിരിക്കുക. പിന്നെ ഗൂഗിൾ മീറ്റ് തുറന്നു വെച്ചിട്ട് നിങ്ങൾ ഏതെങ്കിലും വഴിയിൽ പോയോ, ഒരിക്കലും നിങ്ങളെ പിടിക്കാൻ പറ്റില്ല. ഏറ്റവും വലിയ ഈ കാലത്തിന്റെ പ്രത്യേകത, നിങ്ങളുടെ കള്ളത്തരങ്ങൾ ഇപ്പോ ആർക്കും നിങ്ങളെ പിടിക്കാൻ പറ്റില്ല. കള്ളത്തരങ്ങളൊന്നും പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ 100% സത്യസന്ധന്മാരാകുമ്പോഴേ നമ്മൾ ലൈഫിൽ സക്സീഡ് ചെയ്യുള്ളൂ. കാരണം ആരും കാണുന്നില്ലെങ്കിലും പടച്ചോ കാണുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ്, അത് ഭയങ്കര വലിയ കാര്യമാണ്. അപ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ 100% ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് ഒരു ക്ലാസ്സിൽ കയറിയിട്ടില്ലാത്തതാണ് സത്യം പറഞ്ഞാൽ ആ ക്ലാസ് കയറിയിട്ട് വേറെ ഏതെങ്കിലും വഴിയിൽ പോകുന്നതിനെക്കാട്ടും നല്ലത്, ഏറ്റവും നല്ലത്. ഇപ്പൊ നിങ്ങൾ ഈ ക്ലാസ്സിൽ ഇപ്പൊ ഗൂഗിൾ മീറ്റിൽ ഇപ്പൊ നിങ്ങൾ ഇത്രയും ആൾക്കാരുണ്ട്, ഈ ആൾക്കാര് ഒരാൾ വിചാരിക്കാണോ അനിൽ സാറിന്റെ ക്ലാസ് ബോർ, പണ്ടാലും ഞാൻ വരുന്നില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ക്ലാസ്സിൽ കയറാത്തതാണ് സത്യം പറഞ്ഞാൽ നിങ്ങൾ കയറിയിട്ട് നിങ്ങൾ അതിൽ നിന്ന് മുങ്ങുന്നതിനേക്കാൾ നല്ലത്. അതിലൊരു ആത്മാർത്ഥതയുണ്ട് അറ്റ്ലീസ്റ്റ്. അപ്പോ ഞാൻ ഒരിക്കലും നെഗറ്റീവായിട്ട് പറയല്ല, പോസിറ്റീവായിട്ട് പറയാണ്. സോ ആക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് ആയിട്ട് ക്ലാസ്സിലിരിക്കുക, ഉഷാറായിട്ട് ക്ലാസ്സിലിരിക്കുക. അപ്പോ എന്റെ സബ്ജക്ട് ഞാൻ പറയാം ഫിസിക്സ് ആണ്. ഞാൻ ഇത് പറയുന്നതിന് മുമ്പ് നിങ്ങളെ പരിചയപ്പെടണമല്ലോ. പരിചയപ്പെടുക എന്ന് പറയുന്ന ഒരു വലിയ ചടങ്ങൊന്നും വേണ്ട, നമ്മൾ വഴിയെ പരിചയപ്പെട്ടോളൂ. ഞാൻ ബൈ പ്രൊഫഷൻ എഞ്ചിനീയർ ആണ്. എന്ന് വെച്ചാൽ ബൈ പ്രൊഫഷൻ അല്ല, ബൈ മൈ അക്കാഡമിക്സ് കേൾക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു എഞ്ചിനീയർ ആണ്. ബിടെക് കേരളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനായ TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്നും പാസ് ഔട്ട് ആയി ഏകദേശം 7 വർഷത്തോളമായിട്ട് ഞാൻ ഈ മേഖലയിലാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ജോലിയാണ്. ഞാൻ ചെയ്യുന്ന ജോലി എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. കാരണം എനിക്കൊരു വിശ്വാസമുള്ളത് കുട്ടികളെ എനിക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. എനിക്ക് എൻ്റെ ആകെയുള്ള ഒരു ക്വാളിറ്റി ലൈഫിൽ എനിക്ക് പറയാനുള്ള ഒരൊറ്റ ക്വാളിറ്റി അതാണ്. നിങ്ങളുടെ മുമ്പിൽ എനിക്ക് നിങ്ങളെ മനസ്സിലാവും. നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞാലും ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു. അതെനിക്ക് ഉറപ്പായിട്ടും ഉറപ്പ് തരാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് ഇരുന്ന് ഞാൻ പഠിപ്പിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് ഇരുന്നാൽ മതി. നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട്. അപ്പൊ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും വളരെ ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് പറയാം, മനസ്സിലാവുന്നെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയാം. കാരണം ചില കാര്യങ്ങൾ ഇപ്പൊ ഞാൻ ക്ലാസ് നിങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്, മുൻപോട്ടുള്ള കാലങ്ങളിൽ ഞാൻ നിങ്ങളെ കാണേണ്ടതാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രശ്നം തോന്നുകയാണ്, അയ്യോ ഈ സാധനം എനിക്ക് മനസ്സിലായിട്ടില്ല, അപ്പൊ ഇതെങ്ങനെ ഇത്രയും ആൾക്കാരെ മുമ്പ് ഞാൻ സാറിനോട് ചോദിക്കുക എന്നൊരു ബുദ്ധിമുട്ടുണ്ടാവും. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്
നമുക്കറിയാത്ത ഒരു പോയിന്റ് മാത്രമാണ് നിങ്ങൾ ചോദിക്കുന്നത്. അത് നിങ്ങളുടെ കഴിവുകളൊന്നല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ അത്ര അറിവില്ല എന്നുള്ള കാര്യം ഉറപ്പായിരിക്കും. നിങ്ങളത്ര ബയോളജി എനിക്കറിയില്ല, നിങ്ങളത്ര സോഷ്യൽ സ്റ്റഡീസ് എനിക്കറിയില്ല, നിങ്ങളത്ര കെമിസ്ട്രി എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ലായിരിക്കാം, നിങ്ങളത്ര ലാംഗ്വേജ് എനിക്കറിയില്ല. പല ആൾക്കാരുടെ അത്രയും ചിലപ്പോൾ ചില ആൾക്കാർ അറബി, അതുപോലെ തന്നെ ഹിന്ദി, മലയാളത്തിലൊക്കെ നല്ല പ്രൊഫഷൻ ആയിരിക്കും. എനിക്ക് ആകെ അറിയാവുന്ന ഒരു സബ്ജക്ട് ഫിസിക്സ് ആണ്, പിന്നെ നല്ലോണം മാത്തമാറ്റിക്സും അറിയാം. അപ്പോ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും എന്നെക്കാൾ അറിവുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തിരിച്ച് എന്നോട് ഡൗട്ട് ചോദിക്കുന്നതിന് ഒരു മടിയും വിചാരിക്കേണ്ട. ഒറ്റ കാര്യത്തിലേ നിങ്ങളെക്കാൾ ഞാൻ ഉയർന്നിട്ടുള്ളൂ, അത് ഫിസിക്സിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കാര്യം നിങ്ങൾക്ക് എന്തും എന്നോട് ചോദിക്കാം, വളരെ ഓപ്പൺ ആയിട്ട് ചോദിക്കാം. പിന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേഴ്സണലി മെസ്സേജോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനം തന്നെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിന് പ്രൊവൈഡ് ചെയ്യും. സോ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ പറഞ്ഞു മാത്രമേ ഉള്ളൂ. എല്ലാവരെയും ഒക്കെ നമുക്ക് കാണും പരിചയപ്പെടുകയൊക്കെ ചെയ്യാം, ത്രൂ ചാറ്റോ അങ്ങനെയൊക്കെ ആയിട്ട് പറയാം. നിങ്ങൾ അയക്കുന്ന മെസ്സേജുകളൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്, അല്ല കാണുന്നുണ്ട്. അപ്പോ താഴേക്ക് എനിക്കല്ല, അപ്പൊ താഴെ ഞാൻ ആ മെസ്സേജുകളൊക്കെ കൃത്യമായിട്ട് കാണുന്നുണ്ട്. സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്, മൈക്ക് ഓൺ ചെയ്തിട്ട് ചോദിക്കാവുന്നതാണ്. സോ ഒന്നുകൂടി ഞാൻ എല്ലാവരെയും ക്ഷണിക്കുകയാണ് നമ്മുടെ ഫിസിക്സിന്റെ വേൾഡിലേക്ക്. സോ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൾട്ടിമേറ്റ്ലി ഏറ്റവും സിമ്പിൾ ആയിട്ട് എല്ലാ ടീച്ചേഴ്സും സ്ഥിരമായി ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യമാണ്, എന്താണ് ഫിസിക്സ്? നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഭൗതിക ശാസ്ത്രം എന്നൊക്കെ പറയും. എന്താണ് ഫിസിക്സ്? നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഫിസിക്സ് ഫിസിക്സ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ സയൻസ് എടുക്കാൻ പോവാണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, ഇതാണ് നിങ്ങൾ എടുക്കുക. അപ്പൊ അതിൽ ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് എന്താണ്? എന്തിനാ പഠിക്കുന്നത്? നമ്മൾ ആദ്യം അറിയേണ്ട കാര്യം എന്തിനാ പഠിക്കുന്നത് എന്നുള്ളതാണ്. എന്താണ് ഫിസിക്സ്? പറയൂ, ധൈര്യമായിട്ട് പറയണോ, ജാട കളിക്കണ്ട, ധൈര്യമായിട്ട് പറഞ്ഞു, ഉഷാറായിട്ട്. ലോസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ദാറ്റ് ഗവേൺസ് ദ വേൾഡ്. അമ്പോ ഭയങ്കര സംഭവമായിട്ടാണ്. ലോസും പ്രിൻസിപ്പിളും ഒക്കെ ലോകത്തിന് തന്നെ. ഫിസിക്സ് എന്ന് പറഞ്ഞാൽ സയൻസിന്റെ ഒരു ബ്രാഞ്ച് ആണ്. ഫിസിക്സ് എന്ന് പറഞ്ഞാൽ സയൻസിന്റെ ഒരു ബ്രാഞ്ച് ആണ്. സയൻസിന്റെ ഒരു ബ്രാഞ്ച് ആണ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു. ഒരാൾ ഭയങ്കര സംഭവമായിട്ട് പറഞ്ഞു, ഒരാൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു. രണ്ടും കറക്റ്റ് തന്നെയാണ്. ഫിസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇത്രയേ ഉള്ളൂ, സ്റ്റഡി ഓഫ് നേച്ചർ ആണ്. സ്റ്റഡി ഓഫ് നേച്ചർ. നേച്ചർ എന്ന് പറഞ്ഞാൽ പ്രകൃതി. പ്രകൃതി എന്ന് പറഞ്ഞാൽ എൻവയറമെന്റൽ സയൻസ് എന്ന് പറഞ്ഞൊരു സയൻസ് ഉണ്ട്. അതാണ് യഥാർത്ഥ പ്രകൃതി. നമ്മൾ ഈ കാണുന്ന പച്ചപ്പ് ഹരിതാപനെ പറ്റിയൊക്കെ പഠിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താണ്? എൻവയറമെന്റൽ സയൻസ് എന്നാണ് വിളിക്കുക. പക്ഷെ സ്റ്റഡി ഓഫ് നേച്ചർ എന്ന് പറഞ്ഞാൽ സ്വഭാവങ്ങളെ പറ്റിയുള്ള പഠനമാണ്. ആക്ച്വലി ചില കാര്യങ്ങൾ, ഓരോ കാര്യങ്ങളും എന്തുകൊണ്ട് ഒരു സ്ഥലത്തേക്ക് ഒരു സാധനം പോകുന്നു, എന്തുകൊണ്ട് ആ കാര്യം നടക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള പഠനമാണ്. സത്യം പറഞ്ഞാൽ ഫിസിക്സും മാത്തമാറ്റിക്സും കൂടിയാൽ, ഫിസിക്സ് പ്ലസ് മാത്തമാറ്റിക്സ് കൂടിയാൽ ശരിക്കും പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് ആയി. അപ്പൊ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഫിസിക്സും മാത്തമാറ്റിക്സും കൂടിയ സാധനമാണ്. അപ്പൊ ഈ ഫിസിക്സ് എന്തിനാ പഠിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഈ ദുനിയാവിലുള്ള ഏത് മെഷീനറിയും, ഈവൻ നിങ്ങൾ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പേന മുതൽ, അതില് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ബോൾ കറങ്ങുകയും മഷി താഴുകയും മഷി നിങ്ങളുടെ ബുക്കിലേക്ക് ഇറങ്ങുകയും ആ പുസ്തകത്തിൽ നിങ്ങൾ ഈ കൈകൊണ്ട് പോകുന്നതിനനുസരിച്ച് എഴുത്തുകൾ വരികയും ചെയ്യുന്നത്. അപ്പോ ആ മഷി താഴോട്ടേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ഗ്രാവിറ്റി ഉണ്ട്. ഗ്രാവിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഫിസിക്സിൽ പഠിക്കണം. അപ്പൊ പല കാര്യങ്ങളും അതിന്റെ കാരണങ്ങളൊന്നും നമ്മൾ പഠിക്കൂല. പക്ഷെ ഓരോ സ്ഥലത്തും ഈച്ച് ആൻഡ് എവരിത്തിങ്, നിങ്ങൾ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ്, നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണ്, ഈ ടെക്നോളജി ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് മക്കളെ ഫിസിക്സിൽ നിന്നാണ്. അപ്പൊ അൾട്ടിമേറ്റ്ലി ഫിസിക്സ് എന്ന് പറഞ്ഞാൽ എവിടെയും ഉണ്ട്, എല്ലാ സബ്ജക്റ്റും എല്ലായിടത്തും ഉണ്ട്. ഫിസിക്സും അതേപോലെ തന്നെ എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ ഇത് വെറുതെ അല്ല പഠിക്കുന്നത്. മനുഷ്യന്റെ അധ്വാനങ്ങളെ വളരെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സും സാധനങ്ങളും ഉണ്ടാക്കുന്നത് ബൈ യൂസിങ് ഫിസിക്സ് ആണ്, ഫിസിക്സ് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോ ഇതൊക്കെ വെറും ബോറ് സാധനങ്ങളാണ് ഞാൻ ഈ പറയുന്നതൊക്കെ. പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യം ഇതൊന്നുമല്ല. നിങ്ങളോട് ഇത്രയും പറഞ്ഞതൊക്കെ വെറും 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 സാധാരണ ഇൻട്രോ ആയിട്ട് മാത്രമേ ഇത് കാണുള്ളൂ. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ.
അതായത് +1 ഫിസിക്സ് പഠിക്കണമെങ്കിൽ ഓർ +2 ഫിസിക്സ് പഠിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്താണ് ഉണ്ടാവേണ്ടത്? നമ്മൾ +1ലേക്ക് എൻ്റർ ചെയ്യും. ഈ കോഴ്സിന് നിങ്ങൾ എന്താ വിളിക്കുന്നത്? ബ്രിഡ്ജ് കോഴ്സ് എന്നാണ് വിളിക്കുക. ബ്രിഡ്ജ് കോഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തത്. ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ പാലം. പാലം എന്ന് പറയുമ്പോൾ ഇവിടെ +1 ആണ്, ഇവിടെ 10ാം ക്ലാസ് ആണ്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ +1ലേക്ക് ചാടിയിട്ട് ആദ്യത്തെ ചാപ്റ്റർ പഠിച്ചാല് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. വളരെ സിമ്പിൾ ആണ്. 90% കുട്ടികൾക്കും ഒന്നും മനസ്സിലാവില്ല. എന്താ കാരണം? നിങ്ങൾക്കൊരു ബേസും ഇല്ല. 10ാം ക്ലാസ് വരെ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ വളരെ ഫണ്ടമെന്റലായ കാര്യങ്ങൾ മാത്രമാണ്. കാരണം എല്ലാ സബ്ജക്റ്റും പഠിച്ചു. ആ 10-12 സബ്ജക്റ്റിൽ നിന്നും ചുരുങ്ങി 6 സബ്ജക്റ്റായി പഠിക്കുമ്പോൾ ആ 6 സബ്ജക്ട് കുറച്ചുകൂടി വിശാലമായി നമ്മൾ പഠിക്കണം. അപ്പോ ഫിസിക്സ് ഒക്കെ സത്യത്തിൽ 9ാം ക്ലാസ് പഠിച്ച കാര്യങ്ങളുടെ കണ്ടിന്യൂവേഷൻ ആണ് +1ൽ പഠിക്കുന്നത്. 10ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളുടെ കണ്ടിന്യൂവേഷൻ ആണ് സാധാരണ +2ൽ പഠിക്കുന്നത്. അപ്പൊ 9ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? എനിക്കറിയേണ്ട കാര്യം, ഇതില് CBSE കുട്ടികളുണ്ടോ? എത്ര കുട്ടികളുണ്ട് ഒന്ന് പറയാമോ? CBSE കുട്ടികൾ ചുമ്മാ ഞാൻ ചോദിക്കാം കേട്ടോ. CBSE എത്ര കുട്ടികളുണ്ട്? റേസ് ഹാൻഡ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആ റേസ് ഹാൻഡ് ഒന്ന് ചെയ്താൽ മതി. യെസ്, ഉണ്ട്. ഓക്കെ, ഇത്ര ആൾക്കാരൊക്കെ ഉണ്ട്. ശരി, അപ്പൊ ബാക്കിയുള്ള ആൾക്കാർ സ്റ്റേറ്റ് ബോർഡാണ്. CBSE ആണെങ്കിലും ബോർഡാണെങ്കിലും ഞാൻ ഒരു പരമാർത്ഥം പറയാം, പച്ച പരമാർത്ഥം പറയാം. നമ്മൾ ഇനിയാണ് പഠിച്ചു തുടങ്ങേണ്ടത്. നിങ്ങൾക്ക് എല്ലാം എത്ര മാർക്ക് ഉണ്ടാവും, എത്ര മാർക്ക് ഉണ്ട്, എക്സാം പല ആൾക്കാർക്കും ക്യാൻസൽ ചെയ്തിട്ടുണ്ട് CBSEക്കൊക്കെ. അപ്പൊ അതിനെപ്പറ്റി ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഇത്രയും കാലം പഠിച്ചതെല്ലാം അവിടെ മൂലക്ക് വെച്ചിട്ട് നമ്മൾ ആദ്യം പുതിയ തുടങ്ങുകയാണ് +1ന്റെ ക്ലാസ്സുകൾ. അപ്പോ ഈ 9ാം ക്ലാസ്സിന്റെ കാര്യങ്ങൾ +1ലേക്ക് പഠിക്കുമ്പോൾ എന്താണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കേണ്ടത്? ഒരു കുട്ടിക്ക് നിർബന്ധമായിട്ട് അറിയേണ്ട കാര്യം എന്താണ്? അപ്പൊ ഞാൻ ഒന്ന് പറയാം. നമ്മൾ +1ൽ പഠിക്കുന്ന ചാപ്റ്റേഴ്സ് നന്നായി നോക്കണേ. നമ്മൾ +1ൽ പഠിക്കുന്ന ചാപ്റ്റേഴ്സ്, ഒന്നാമത്തെ പാഠം യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്നാണ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്. ഇതിൽ മലയാളം മീഡിയം പഠിച്ച കുട്ടികളുണ്ടെങ്കിൽ പേടിക്കൊന്നും വേണ്ട. 2 മാസം പക്ക മലയാളം മീഡിയത്തിലാണ് ഞാൻ പഠിച്ച മക്കളെ. എനിക്ക് ഒരു കുഴപ്പമില്ല ഫിസിക്സ് പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒറ്റ കാര്യം, എനിക്കൊരു 2 മാസത്തോളം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ ആ ലാംഗ്വേജ് ഒന്ന് പ്രൊഫഷണൽ ആയി വരുന്നത് വരെ. അപ്പൊ നിങ്ങൾ ആ മലയാളം മീഡിയത്തിൽ നിന്ന് ഇംഗ്ലീഷ് ലെവലിലേക്ക് ഒന്ന് കയറാൻ ശ്രമിക്കുക. ഒരിക്കലും ഇംഗ്ലീഷ് പറയുന്ന ആളെ തിരിച്ച് നിങ്ങളുടെ ഭാഷയിലേക്ക് കൊണ്ടുവരാനല്ല ശ്രമിക്കേണ്ടത്, നിങ്ങൾ കയറി വരാനാണ് ശ്രമിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ കയറി വരാൻ ശ്രമിക്കുക. അപ്പൊ ആദ്യത്തെ പാഠം യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്ന പാഠമാണ് നമുക്ക് +1ൽ പഠിക്കാനുള്ളത്. ഇതിന് ഒരു ബേസിന്റെ ആവശ്യമില്ല, ഇതിനൊരു മുന്നറിവിന്റെ ആവശ്യമില്ല. കാരണം ഇത് തന്നെ ഒരു പുതിയ അറിവാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്. ഈ ഫിസിക്സിൽ അതിന്റെ സ്കോപ്പുകളും അതുപോലെ തന്നെ ഫിസിക്സിൽ പുതിയതായി പഠിക്കേണ്ട യൂണിറ്റുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആദ്യത്തെ പാഠത്തിൽ പഠിക്കുക. സത്യത്തിൽ ഇതിന് മുമ്പേ ഒരു ചാപ്റ്ററിന്റെ ഫിസിക്കൽ വേൾഡ് ആൻഡ് മെഷർമെന്റ് ചാപ്റ്ററായി കൂട്ടേണ്ട ആവശ്യമില്ല, ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ്. ആദ്യത്തെ പാഠം എക്സാമിന് വരുന്ന ആദ്യത്തെ മെയിൻ ചാപ്റ്റർ ഇതാണ്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്. രണ്ടാമത്തെ പാഠം 1 ഡയമെൻഷണൽ മോഷൻ എന്നാണ്. എന്ന് വെച്ചാൽ ഒരു വസ്തു സ്ട്രെയിറ്റ് ആയിട്ട് നേർരേഖയിൽ ചലിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങൾ. മൂന്നാമത്തെ പാഠം ഇതാണ്, അതായത് 2 ഡയമെൻഷണൽ മോഷൻ. എന്ന് വെച്ചാൽ ഒരു വസ്തു ഒരു പ്ലെയിനിലൂടെ യാത്ര ചെയ്യുക. പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ബോർഡിലൂടെ ഒരു ഉറുമ്പ് പോവുകയാണെങ്കിൽ, ഒരു ഉറുമ്പ് ഇങ്ങനെ പോവുകയാണെങ്കിൽ അത് നേർരേഖയല്ല, പകരം അത് കൃത്യമായ ഒരു പ്ലെയിനിലൂടെയുള്ള ഒരു പ്രതലത്തിലൂടെയുള്ള യാത്രയാണ്. അതിനെ പറ്റിയുള്ള പഠനങ്ങളാണ് 2 ഡയമെൻഷൻ മോഷനിൽ പഠിക്കുക. ഈ മൊത്തം പാഠങ്ങളെ, ഈ 2 പാഠങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൈനമാറ്റിക്സ്. അപ്പൊ ഞാൻ ആദ്യത്തെ ബ്രിഡ്ജിൽ പറയാം. ബ്രിഡ്ജ് കോഴ്സ് നിങ്ങൾക്ക് തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യം ഞാൻ പറയുക 3 ക്ലാസ് ആണ് ഇന്ന് ഞാൻ പറയുക. ആവശ്യമായിട്ടുള്ള കണക്ക് മാത്തമാറ്റിക്സ്. 2ാം ദിവസം, അടുത്ത ദിവസം ഞാൻ നിങ്ങൾക്ക് ക്ലാസ് തരുന്നത് കൈനമാറ്റിക്സ് എന്താണ്, എന്തുകൊണ്ടാണ് നമ്മൾ കൈനമാറ്റിക്സ് പഠിക്കുന്നത്. ഈ കൈനമാറ്റിക്സ് നമ്മൾ +1ൽ പഠിക്കാൻ നമുക്ക് ആവശ്യമായ മുന്നറിവുകൾ എന്തൊക്കെയാണ്, അതാണ് ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് തരാം, അടുത്ത ദിവസം ഞാൻ നിങ്ങൾക്ക് തരാം. 4ാമത്തെ പാഠത്തിലേക്ക് പോവുകയാണെങ്കിൽ മക്കളെ ലോസ് ഓഫ് മോഷൻ ആണ്. ലോസ് ഓഫ് മോഷൻ. 5ാമത്തെ പാഠം വർക്ക്, പവർ ആൻഡ് എനർജി ആണ്.
ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു ചെറുങ്ങനെ ഒന്ന് തലയിൽ ഒന്ന് കയറുന്നുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാല് ഈ പാഠങ്ങളൊക്കെ പല തവണയായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ലോസ് ഓഫ് മോഷൻ, ന്യൂട്ടന്റെ 1ാം ചലന നിയമം, 2ാം ചലന നിയമം, 3ാം ചലന നിയമം, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ, ഇതൊക്കെ നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടുണ്ടാവും. വർക്ക് പവർ എനർജി ചെറിയ രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എഗെയിൻ 6ാമത്തെ പാഠം നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു ടൈപ്പ് ഓഫ് പാഠമാണ്, റൊട്ടേഷണൽ മോഷൻ. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ എന്നാണ് പറയാം. റൊട്ടേഷൻ ഞാൻ സിമ്പിൾ ആയിട്ട് പറയുന്നു. 7ാമത്തെ പാഠം ഗ്രാവിറ്റേഷൻ, ഭൂഗുരുത്വാകർഷണ നിയമങ്ങളെ പറ്റിയിട്ടുള്ള പഠനങ്ങളാണ്. ഈ 4, 5, 6 ചാപ്റ്ററിന്റെ മൊത്തത്തിലെ അല്ലെങ്കിൽ ഈ മുമ്പോട്ടേക്കുള്ള പാഠങ്ങളെ മൊത്തമായി വിളിക്കുന്ന പേരുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഡൈനാമിക്സ്. ഇതാണ് 1ാമത്തെ NCERT ടെക്സ്റ്റ് ബുക്കിൽ, അതായത് നിങ്ങളുടെ +1 NCERT 2 എണ്ണാണുള്ളത്. അതിലെ 1ാമത്തെ NCERT ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്ന ചാപ്റ്റേഴ്സ് ആണ് ഇത്രയും ചാപ്റ്റേഴ്സ്, ഈ 7 ചാപ്റ്റേഴ്സ്. 8 എണ്ണം നിങ്ങൾക്ക് NCERT കാണാം. കാരണം ആദ്യത്തെ ഫിസിക്കൽ വേൾഡ് എന്ന് പറഞ്ഞൊരു പാഠം കൂടിയുണ്ട്, അത് ഞാൻ ഒഴിവാക്കിയതാണ്. അത്രയും സിമ്പിൾ ആണ്, നമുക്ക് എക്സാമിനൊന്നും വരാത്ത ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് ഇത്രയും ഭാഗമാണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ ഈ പാഠങ്ങളുടെ ഫണ്ടമെന്റൽസ് എന്തൊക്കെയാണ്? യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിന് നിങ്ങൾക്ക് ഒരു മുന്നറിയിപ്പും വേണ്ട, ധൈര്യമായിട്ട് നേരെ ക്ലാസ്സിലേക്ക് കയറിയിരിക്കാം. 1 ഡയമെൻഷനോ 2 ഡയമെൻഷനോ പഠിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അത് അടുത്ത ക്ലാസ് പറയും. ലോസ് ഓഫ് മോഷൻ, വർക്ക്, റൊട്ടേഷൻ, ഗ്രാവിറ്റേഷൻ അറിയണമെങ്കിൽ നമുക്കൊരു മിനിമം അറിവ് വേണം, അത് ഡൈനാമിക്സ്. ഈ മുഴുവൻ ചാപ്റ്റേഴ്സും ചലനങ്ങളെ പറ്റിയിട്ടുള്ള പഠനമാണ്. ഈ ചലനങ്ങളെ പറ്റിയിട്ടുള്ള മൊത്തം പഠനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെക്കാനിക്സ്. എന്താ വിളിക്കുക? മെക്കാനിക്സ്. ആ മെക്കാനിക്സ് ആണ് 2 ഭാഗങ്ങളായി തിരിക്കുന്നത്, ഒന്ന് കൈനമാറ്റിക്സും ഒന്ന് ഡൈനാമിക്സും. അപ്പോ നമ്മൾ NCERT 1 പഠിക്കുന്ന കാര്യം മെക്കാനിക്സ് ആണ്. മെക്കാനിക്സ് പഠിക്കാൻ ആവശ്യമായ ആദ്യത്തെ അറിവാണ് കൈനമാറ്റിക്സ്, 2ാമത്തെ അറിവാണ് ഡൈനാമിക്സ്. ഈ സാധനങ്ങളുടെ ഫണ്ടമെന്റൽസ് ആണ് നമ്മൾ ആദ്യം പറയാം. അപ്പൊ എന്താ പഠിക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലായോ എന്റെ മക്കളെ? ആദ്യം ചോദിക്കട്ടെ, എന്താ പഠിക്കാൻ പോകുന്ന ഒരു ഐഡിയ മനസ്സിലായോ? യെസ് സർ, മനസ്സിലായി. ഓക്കെ, അപ്പൊ ഒരു ചെറിയൊരു ഇൻട്രോ പാർട്ട് അല്ലെ? കത്തുന്നുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല സർ, കുഴപ്പമില്ല. കംഫർട്ടബിൾ ആണ്? എനിക്ക് എല്ലാവരുടെയും ആൻസർ വേണം, എനിക്ക് എല്ലാവരും വേണം. 1, 2 കുട്ടികൾ പോരാ. സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ മുമ്പോട്ടേക്ക് വന്ന് സംസാരിക്കുന്ന കുട്ടികളുടെ മുമ്പിലും ഒന്നും പറയാണ്ട് ഒന്നും ആവാണ്ട് ബാക്കിലിരിക്കുന്ന കുട്ടികളായിട്ട് ഒരു കുട്ടി പോലും ഇവിടെ വേണ്ട. ഈക്വലി നല്ല ലെവലിലേക്ക് ഉയരണം എല്ലാവരും. അതുകൊണ്ട് എനിക്ക് എല്ലാവരും ഇമ്പോർട്ടന്റ് ആണ്. റെസ്പോണ്ട് ചെയ്തേ പറ്റുള്ളൂ, റെസ്പോണ്ട് ചെയ്തിരിക്കണം. ഉഷാറാവുന്ന ക്ലാസ്സിൽ റെഡി? ആക്റ്റീവ് ആയിട്ടിരുന്നോ? അപ്പൊ എല്ലാവരോടും കൂടിയാണ് ചോദിക്കുന്നത്. ഓക്കെ, റെസ്പോണ്ട് ചെയ്തവർ ചെയ്യണ്ട. പറ, ഓക്കെ ആണോ? നിങ്ങളെ സെറ്റ് ആണോ? കംഫർട്ടബിൾ ആണോ? ഓക്കെ ആണ്, സെറ്റ് ആണ്. ശരി, അപ്പോ അടുത്ത ഭാഗം പറയുന്നതിന് മുമ്പ് ഈ പാഠങ്ങളുടെ ബേസ് നിങ്ങളിപ്പം ഒരു ചെറിയ നോട്ട് പോലെയൊക്കെ എഴുതിയെടുക്കണ്ടേ? അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, സ്ക്രീൻഷോട്ട് എടുക്കുക. മൊബൈൽ ഫോണിൽ സ്ക്രീൻഷോട്ട് എടുത്തൂടെ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ നല്ലൊന്ന് ഒരാവശ്യത്തിനുള്ള നോട്ടുകളൊക്കെ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. എഴുതിയെടുക്കുന്നതിനേക്കാൾ ബെസ്റ്റ് ആയിരിക്കും അത്. എന്നിട്ട് ആ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടേതായ ഒരു ഇഷ്ടത്തിന് നോട്ട് പ്രിപ്പയർ ചെയ്യാം. പിന്നെ എന്റെ മക്കളെ +1 ആയതുകൊണ്ട് നിങ്ങളൊരു ഭാഗ്യം എന്താണെന്നറിയോ? നിങ്ങൾക്ക് എല്ലാ കാര്യവും ഇപ്പൊ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്താൽ മതി. പല ആൾക്കാരും +2 ഒക്കെ കഴിയുമ്പോൾ ഒരു ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ മക്കളെ ഷോർട്ട് നോട്ട് എഴുതണം എന്ന് പറഞ്ഞാൽ +1 അത്രയും സമയം പഠിച്ചത് മുഴുവൻ അവർക്ക് നഷ്ടമായി. ഇനി പഠിക്കുന്ന കാര്യങ്ങളെ ഷോർട്ട് നോട്ട് എഴുതാൻ പറ്റൂ. നിങ്ങൾ ഇപ്പൊ 0-ൽ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തും എഴുതി തുടങ്ങാനുള്ള സമയം ഇപ്പൊ ഉണ്ട്. വളരെ റിലാക്സ്ഡ് ആണ് ക്ലാസ്സുകൾ. അപ്പോ എന്റെ അഭിപ്രായം ഞാൻ പറയാണ്, എക്സാം ഇപ്പം നിങ്ങൾ ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എടുക്കുകയാണെങ്കിലും ആ പരീക്ഷകൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് +2 കഴിയുമ്പോഴാണ് അത് എഴുതുക. മിക്ക എക്സാംസും +2 കഴിയുമ്പോഴാണ്. ആ +2 കഴിയുമ്പോഴേക്ക് +1 ടോപ്പിക് ഒക്കെ നമ്മൾ മറന്നുപോലെ. അപ്പൊ മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇടയ്ക്ക് ഒരു അരമണിക്കൂർ കൊണ്ട് റിവിഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല മാർഗമാണ് നോട്ട്. എന്ത് നോട്ട്? ഷോർട്ട് നോട്ട്. ഷോർട്ട് നോട്ട് എന്ന് പറയുമ്പോൾ ഒരു എൻറ്റയർ സബ്ജക്ട് ഫിസിക്സ് മൊത്തമായിട്ട് ഒരു 100 പേജിന്റെ നോട്ടിന്റെ ഉള്ളിൽ ഒതുക്കാൻ നമുക്ക് പറ്റണം. അങ്ങനെ നിങ്ങൾ ഷോർട്ട് നോട്ട് എഴുതി ശീലിക്കണം. ലോകത്തെ ഏറ്റവും ബെസ്റ്റ് ഷോർട്ട് നോട്ട് നിങ്ങളുടെ ഷോർട്ട് നോട്ടാണ് നിങ്ങൾക്ക്. കാരണം നിങ്ങൾ ഇതിന് ആലോചിച്ച് നോക്കുക, എക്സാമിന്റെ തലേ ദിവസം നിങ്ങളെ നോട്ട് പഠിക്കാനാണോ രസം ഉണ്ടാവുക അതോ ടെക്സ്റ്റ് ബുക്ക് പഠിക്കാനാണോ രസം ഉണ്ടാവുക? നിങ്ങൾ പറ. ടെക്സ്റ്റ് പഠിക്കാനാണോ നോട്ടല്ലേ? അത് നിങ്ങൾ എഴുതിയ നോട്ടാണെങ്കിൽ എത്ര പൊളിക്കും നിങ്ങൾ നോക്ക്. വേറെ തന്നെ ഏതെങ്കിലും പെമ്പിളാരുടെ നോട്ട് അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ചെക്കന്മാരുടെ നോട്ട് ഫോട്ടോസ് ആയിട്ട് എടുത്ത് പഠിക്കുന്നതിനേക്കാളും അടിപൊളി നിങ്ങൾ എഴുതിയ നോട്ടായിരിക്കൂലേ? എന്ത് കാക്കച്ചിലെ പോലത്തെ
ഹാൻഡ് റൈറ്റിംഗ് അത് തന്നെ സംഭവം. അപ്പൊ നിങ്ങൾ എഴുതുക, നോട്ടുകൾ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ എഴുതുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. സോ നിങ്ങൾ ഷോർട്ട് നോട്ട് റെഡിയാക്കി തുടങ്ങണം. ഓക്കെ, അപ്പോ നമ്മൾ തുടങ്ങാം. പിന്നെ എനിക്ക് ഏറ്റവും വലിയ കാര്യം എന്താ വെച്ചാൽ ഞാൻ പല ജില്ലകളിലും പഠിപ്പിച്ചിട്ടുണ്ട്. ഈ മലപ്പുറം ജില്ലയിൽ പഠിപ്പിക്കുമ്പോൾ സീരിയസ്ലി ഞാനിപ്പോ ഈ ഇതിൽ എന്റെ കൂട്ടത്തിൽ ഇപ്പൊ കോഴിക്കോട് ജില്ലക്കാരോ തൃശ്ശൂർ ജില്ലക്കാരോ ഒക്കെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ വളരെ ഇതായിട്ട് പറയാണ്, മലപ്പുറത്ത് ഞാൻ പോയി പഠിപ്പിക്കുമ്പോൾ എനിക്കൊരു പ്രത്യേകത തോന്നിയത് ഈ നോട്ടുകൾ ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. കാരണം ഈ നീലയും പച്ചയും മഞ്ഞയും ചോപ്പും അങ്ങനെ പല കളറിൽ ഇങ്ങനെ എഴുതിയിട്ട് ആ നോട്ട് ഒന്ന് കണ്ടാൽ തന്നെ പഠിക്കാൻ തോന്നും കുട്ടിക്ക്. അപ്പൊ ആ എന്താണ് എന്താ പറഞ്ഞേ പറ, കേട്ടില്ലടാ. ഫെബിനയാണോ പറഞ്ഞത്? അപ്പൊ പഠിക്കാൻ തന്നെ നല്ല രസമാണ് അങ്ങനെയുള്ള നോട്ടുകൾ. അപ്പൊ ആ ലെവലിലൊക്കെ എഴുതുക, കുറച്ച് കളർ പേരുകളൊക്കെ കളക്ട് ചെയ്താൽ സൂപ്പറായി മക്കളെ, അടിപൊളിയായി, നമുക്ക് ഉഷാറാണ്. അപ്പൊ മെക്കാനിക്സ്, കൈനമാറ്റിക്സ്, ഡൈനാമിക്സ് എന്ന് പറയുന്ന 2 ഭാഗങ്ങളായിട്ട് തിരിക്കുകയാണ്. ഇതാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ചോദിക്കും അടുത്ത NCERT പഠിക്കാൻ വേണ്ടി നമുക്കൊരു ബേസ് വേണ്ട. എന്താ കാരണം എന്നറിയോ? നിങ്ങൾ ഇവിടെ കൊണ്ട് തന്നെ ഡ്രൈവിംഗ് പഠിച്ചു, വണ്ടി ഓടിക്കാൻ പഠിച്ചു, പിന്നെ നിങ്ങൾ എന്തായാലും പോയിക്കോളൂ. നിങ്ങൾ ഒരാൾ ഡ്രൈവിംഗ് പഠിപ്പിക്കുമ്പോൾ എങ്ങനെയാ ഡ്രൈവിംഗ് പഠിപ്പിക്കുക? ലൈസൻസ് ജസ്റ്റ് എടുത്തു തരും. പിന്നെ നിങ്ങൾ റോഡിലേക്ക് ഇങ്ങനെ ഇറങ്ങും. റോഡിലേക്ക് ഇറങ്ങി നല്ലോണം ദൂരം കവർ ചെയ്താല് പിന്നെ ഏത് ചെറിയ റോഡിനെ കൂടി നിങ്ങൾക്ക് ഓടിക്കാൻ നിങ്ങളാവൂലേ? അതുപോലെയാണ്. രണ്ടാമത്തെ NCERT ബേസ് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാരണം ഇത്രയും പാഠം നിങ്ങൾ സൂപ്പറായി പഠിച്ചാൽ പിന്നെ അങ്ങോട്ടേക്കുള്ള പാഠം നിങ്ങൾ എന്തായാലും ട്രിഗർ ചെയ്തോളും. അതുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിക്കുക പോലും വേണ്ട. എന്തായാലും 3-4 മാസം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ NCERT നമ്മൾ പോകും. സോ ഈ പാഠങ്ങൾക്ക് വേണ്ട വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെക്കാനിക്സ് എന്ന് പറയുന്ന ഭാഗമാണ് ഫിസിക്സിന്റെ. അപ്പൊ ഫിസിക്സിൽ ആദ്യത്തെ ഭാഗമാണ് മെക്കാനിക്സ്. പലതരം പാർട്ടായിട്ട് ഫിസിക്സ് തിരിക്കുന്നുണ്ട്. മെക്കാനിക്സ് പഠിക്കുന്നുണ്ട്, തെർമോമെട്രി എന്ന് പറയുന്ന ഭാഗം പഠിക്കുന്നുണ്ട്, കലോറിമെട്രി എന്ന് പറയുന്ന ഭാഗം പഠിക്കും, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം തുടങ്ങിയത് പഠിക്കും, മോഡേൺ ഫിസിക്സ് പഠിക്കും. ഇങ്ങനെ പല ഭാഗങ്ങളായിട്ടാണ് പഠിക്കുക. അതിൽ ഏറ്റവും പുരാതനമായ, ഏറ്റവും പഴയ, എന്നാൽ ഏറ്റവും റിജിഡ് ആയിട്ടുള്ള, ഇന്നും മാറാത്ത കോൺസെപ്റ്റ് ആണ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഓരോ ദിവസവും മെക്കാനിക്സിലെ തിയറങ്ങൾ മാറില്ല. നമ്മൾ പഠിക്കുന്നത് ലോകമുള്ളിടത്തോളം കാലവും മാക്സിമം കാലങ്ങളും ഈ തിയറം ഇങ്ങനെ തന്നെ നിലനിൽക്കുന്ന ആൾക്കാരാണ്. മെക്കാനിക്സ് സത്യം പറഞ്ഞാൽ ഇതിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. ന്യൂട്ടോണിയൻ മെക്കാനിക്സ് എന്ന് അതിനെ വിളിക്കുക തന്നെയില്ല. ന്യൂട്ടൺ, സർ ഐസക് ന്യൂട്ടന്റെ കാലഘട്ടത്തിലുള്ള ഫിസിക്സ് ആണ്. ഐസക് ന്യൂട്ടൺ ആണ് അതിന്റെ ശരിക്കും ഒരു വക്താവ് എന്ന് പറയുന്നത്. സത്യത്തെ ഒരു പുരോഹിതന്റെ സ്ഥാനമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഐസക് ന്യൂട്ടൺ ഉള്ളത്. ഐസക് ന്യൂട്ടൻ ഒരു ബുക്ക് കൂടി എഴുതിയിട്ടുണ്ട്, അതായത് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നെയുണ്ട്. ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന മോഷനെ പറ്റിയുള്ള കാര്യങ്ങളും അതിന്റെ കൂടുതൽ കാര്യങ്ങളുമാണ് നമ്മൾ മെക്കാനിക്സിൽ പഠിക്കുക. ചലനം എന്താണ് പഠനം? മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ ചലനം, മോഷൻ, ചലനത്തെ പറ്റിയുള്ള പഠനമാണ്, അല്ലെങ്കിൽ മോഷനെ പറ്റിയുള്ള പഠനമാണ്. ആ മെക്കാനിക്സ് 2 ഭാഗങ്ങളാക്കിയിരിക്കുകയാണ്. ഒന്ന് എന്താണ്? ഏറ്റവും ഫണ്ടമെന്റലായ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് കൈനമാറ്റിക്സ്. എന്താണ് കൈനമാറ്റിക്സിൽ പഠിക്കുക? 1 ഡയമെൻഷൻ മോഷൻ, 2 ഡയമെൻഷൻ മോഷൻ എന്ന് പറയുന്ന 2 ചാപ്റ്റേഴ്സിൽ എന്താണ് പഠിക്കുക? മോഷനെ പറ്റി പഠിക്കും. പക്ഷെ ഒറ്റ കാര്യം, കൈനമാറ്റിക്സിൽ റീസൺ എന്ന് പറയുന്നത് ഒരിക്കലും പറയില്ല. അതായത് എവിടെ, where എന്നൊരു ചോദ്യം ചോദിക്കും. എപ്പോൾ, when എന്ന് പറയുന്ന ഒരു ചോദ്യം ചോദിക്കും. ഈ 2 ചോദ്യങ്ങൾ മാത്രമേ കൈനമാറ്റിക്സിൽ ഉണ്ടാവൂ. എവിടെ പോയി, എത്ര സമയം കൊണ്ട് പോയി, എപ്പോ പോയി തുടങ്ങിയ കാര്യങ്ങൾ മാത്രമേ ചോദിക്കുള്ളൂ. ഒരാള് ഒരു ബോൾ ഉരുട്ടി വിട്ടു, എത്ര ദൂരം സഞ്ചരിച്ചു, എത്ര സമയം സഞ്ചരിച്ചു, എത്ര വെലോസിറ്റിയിൽ സഞ്ചരിച്ചു, ഇങ്ങനെയൊക്കെ എത്ര എന്ന് പറയുന്ന ഒരു ചോദ്യം, അല്ലെ ഹൗ മെനി, അല്ലെ ഹൗ മച്ച് എന്നുള്ള ആ ഒരു ചോദ്യം, അങ്ങനെയുള്ള ചോദ്യങ്ങൾ മാത്രമേ കൈനമാറ്റിക്സിൽ ചോദിക്കുള്ളൂ. എന്താ ആ ബോൾ ഉരുണ്ടത്, എന്തുകൊണ്ടാ ആ ബോൾ ഉരുണ്ടത്, എന്തിനു വേണ്ടി ആ ബോൾ ഉരുണ്ടത്, ആ ബോൾ ഉരുളാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, ഈ ചോദ്യം കൈനമാറ്റിക്സിൽ ഇല്ല. കൈനമാറ്റിക്സിൽ കാരണങ്ങൾ അന്വേഷിക്കില്ല, കാരണങ്ങൾ പറയുക. ഈ കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടാണ് നമ്മൾ കാരണങ്ങൾ കാണിക്കുക. കാരണങ്ങൾ പറയുന്നതാണ് ഡൈനാമിക്സിൽ. റീസൺസ് എല്ലാത്തിനെയും, ഈ ചലനങ്ങളുടെയൊക്കെ കാരണങ്ങൾ
പഠിക്കുന്നത് എവിടെയാണ്? ഡൈനാമിക്സിലാണ്. റീസൺ പഠിക്കുന്നത് ഡൈനാമിക്സിലാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു വണ്ടി ഓടിക്കാൻ നിങ്ങൾ പഠിക്കുകയാണ്. നമ്മൾ ഡ്രൈവിംഗിന്റെ ലെവലിൽ പറഞ്ഞാൽ മതി. വണ്ടി ഓടിക്കാൻ നിങ്ങൾ പഠിക്കുക. അപ്പൊ വണ്ടി ഓടിക്കാൻ പഠിക്കുന്ന സമയത്ത് ആദ്യം വണ്ടി ഓടിക്കാനേ പഠിക്കുള്ളൂ. എങ്ങനെയാ സ്റ്റിയറിംഗ് പഠിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാ ബ്രേക്ക് വെക്കുക, എങ്ങനെയാ ആക്സിലേറ്റർ കൊടുക്കുക, എങ്ങനെയാ ഗിയർ ഷിഫ്റ്റ് ചെയ്യുക, ഇതൊക്കെ നിങ്ങൾ പഠിക്കുള്ളൂ. എന്താ എഞ്ചിന്റെ പ്രവർത്തനങ്ങൾ എന്നൊക്കെ നിങ്ങൾ പഠിക്കുമോ? പഠിക്കൂല. എന്തുകൊണ്ടാ വണ്ടി ഓടുന്നത്, ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇനീഷ്യലി വണ്ടി അങ്ങ് ഓട്ടാൻ പഠിക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഉള്ളിലെ പ്രവർത്തനങ്ങൾ കൂടി പഠിച്ചാൽ നമ്മൾ സൂപ്പറായി വണ്ടി ഓടിക്കാൻ പറ്റും, നല്ല ഡ്രൈവർ ആവാൻ പറ്റും. അപ്പോ ജസ്റ്റ് പഠിക്കുന്നു, അടിപൊളിയാവുന്നു. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നല്ല ഓർഡറിലാണ് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഉഷാറായിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം. അപ്പൊ ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇതൊക്കെ പഠിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ആവശ്യമാണ്? 3 കാര്യങ്ങളാണ് നമ്മുടെ ഈ ബ്രിഡ്ജ് കോഴ്സിൽ പഠിക്കുക. ഒന്ന്, ബേസിക് മാത്തമാറ്റിക്സ്. നമുക്ക് ആവശ്യമായ ഈ പാഠങ്ങളൊക്കെ പഠിക്കാൻ നിങ്ങൾക്ക് ആവശ്യമായ ഏറ്റവും ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്സ് എന്തൊക്കെയാണ്? 2, അപ്പൊ ചോദിക്കും മാത്സിന്റെ ബ്രിഡ്ജിലാണ്. മാത്സിന്റെ ബ്രിഡ്ജ് മാത്സ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഫിസിക്സിന് ആവശ്യമായ മാത്തമാറ്റിക്സ് ആണ്. 2, കൈനമാറ്റിക്സിന്റെ ബേസ്. 3, ഡൈനാമിക്സിന്റെ ബേസ്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ്? ബേസിക് മാത്തമാറ്റിക്സ് ആണ്, ക്ലാസ് 1. സോ ഇത് ക്ലാസ് 1 ആണ്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാത്തമാറ്റിക്സ് ആണ്. സോ ഇവിടെ വരെ പഠിക്കുമ്പോൾ നമ്മളൊരു ഇൻട്രോ പാർട്ട് ഇവിടെ കഴിയുന്നു. നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് നമ്മുടെ ക്ലാസ് പോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. സോ നമ്മൾ ആദ്യത്തെ ഭാഗമാണ് മാത്തമാറ്റിക്സ്. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തേക്ക എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളതിന്. റെഡി? അപ്പൊ നമ്മൾ എഴുതിക്കോളൂ, എല്ലാവരും എഴുതിക്കോളൂ, നോട്ടിൽ എഴുതിക്കോളൂ. മാത്തമാറ്റിക്സ് ഫോർ ഫിസിക്സ്, ബേസിക് മാത്തമാറ്റിക്സ്. ബേസിക് മാത്തമാറ്റിക്സ്. എന്റെ മക്കളെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ ട്രിഗണോമെട്രി എന്ന് പറയുന്ന പാഠം പഠിച്ചിട്ടുണ്ടോ? ട്രിഗണോമെട്രി പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടുണ്ട്. റസീനി ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. സർ, ഈ കൈനമാറ്റിക്സിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് പറഞ്ഞു തരുമോ? കൈനമാറ്റിക്സ് എന്ന് പറയുന്നതിന്റെ കറക്റ്റ് ഡെഫിനിഷനും കാര്യങ്ങളും ഒക്കെ നമ്മളെ പാഠത്തിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ പഠിച്ചാൽ പോരെ. നമുക്ക് അടുത്ത ക്ലാസ് മുതൽ നമുക്ക് പഠിക്കാം. ഓക്കെ, ആ ക്ലാസ്സിൽ അടുത്ത ദിവസം ഫസ്റ്റ് ക്ലാസ്സിൽ ആ കൈനമാറ്റിക്സ് മുതലല്ലേ പഠിക്കുക. അപ്പൊ കൈനമാറ്റിക്സിന്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ മുതൽ പഠിപ്പിക്കാം. അപ്പൊ അതിനെപ്പറ്റി മൈൻഡ് ആക്കണ്ട, അടുത്ത ക്ലാസ്സിൽ സൂപ്പർ ആയിട്ട് പഠിച്ചോളൂ. ഓക്കെ അല്ലേ മോളെ? റെഡി? അപ്പൊ നമ്മൾ പഠിക്കുന്നത് ബേസിക് മാത്തമാറ്റിക്സ്, കണക്കാണ്. ട്രിഗണോമെട്രി നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് നിർബന്ധമാണ് മക്കളെ കയ്യിൽ. നിർബന്ധം എന്ന് പറഞ്ഞാൽ നിർബന്ധമാണ് കയ്യിൽ. ട്രിഗണോമെട്രി എന്തിനു വേണ്ടിയിട്ടാന്ന് ചോദിച്ചാല് ഏറ്റവും ചെറിയൊരു ആവശ്യത്രയേ ഉള്ളൂ. ഒരു ട്രയാങ്കിൾ നിങ്ങളുടെ കയ്യിൽ തന്നു, ത്രികോണം നിങ്ങളുടെ കയ്യിൽ തന്നു. ത്രികോണം തന്നു, നിങ്ങൾക്ക് എ എന്ന് പറയുന്ന ഒരു സൈഡ് ഉണ്ട്. ഇതൊരു 2 മീറ്ററാണ് സൈഡ് എന്ന് വിചാരിക്കാം. ഇതൊരു 3 മീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ ഈ സൈഡും ഈ ആംഗിളും ഒക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ നേരെ മറിച്ച് നിങ്ങൾക്ക് ഒരു സൈഡ് മാത്രമേ തന്നിട്ടുള്ളൂ, ഒരു ആംഗിൾ മാത്രമേ തന്നിട്ടുള്ളൂ. ആംഗിൾ തീറ്റ എന്നാണ് ഞാൻ എഴുതുന്നത്. ചില കുട്ടികൾ എക്സ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ഞാൻ തീറ്റ എന്നാണ് എഴുതുക. ഇങ്ങനെ കുറെ ഗ്രീക്ക് വാക്കുകൾ നമ്മൾ പഠിക്കും, ഗ്രീക്ക് ലാറ്റിൻ വാക്കുകളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓരോന്നും ഒന്നുമില്ല, നമ്മൾ എക്സ് വൈ എന്നൊക്കെ പറയുന്നതിന് പകരം വേരിയബിൾ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണത്. എന്ന് വെച്ചാൽ തീറ്റ ഉണ്ട്, ഇതിന് നമ്മൾ വിളിക്കുന്ന പേര് തീറ്റ എന്നാണ്. തീറ്റ, യെസ്, തീറ്റ, യെസ്, റെഡി അല്ലേ? കുറെ ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ, പൈ, കൈ എന്നൊക്കെ പറയുന്ന പല 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 ലെറ്റേഴ്സ് നിങ്ങൾ വഴിയേ പഠിച്ചോളും. ഒരു ദിവസം പഠിക്കുന്നതിനേക്കാൾ നല്ലത് മെല്ലെ 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 പഠിക്കുന്നതല്ലേ. അപ്പൊ നമ്മൾ അത് പലതും നമ്മൾ ഉപയോഗിച്ചോളും. അപ്പൊ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ നമ്മുടെ കയ്യിലുണ്ട്. ഒരു സൈഡും ഉണ്ട്, ഒരു ആംഗിളും ഉണ്ട്. എന്റെ മക്കളെ, ഒരു സൈഡും ഒരു ആംഗിളും ഉണ്ടെങ്കിൽ മറ്റേ സൈഡുകളൊക്കെ കാണാനും മറ്റേ ആംഗിൾസ് ഒക്കെ കാണാനും നമുക്ക് ഉപയോഗിക്കുന്ന കോൺസെപ്റ്റ് ആണ് ട്രിഗണോമെട്രി എന്ന് പറയുന്നത്. ഇതിന്റെ ആവശ്യം പറഞ്ഞാല് ശരിക്കും ചെറിയതൊന്നുമല്ല. നമ്മൾ വളരെ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ട്രയാങ്കിൾ, ത്രികോണത്തിന് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ എങ്കിലും ശരിക്കും പറഞ്ഞാൽ ഫിസിക്സിന്റെ നട്ടെല്ലാണ് മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സിന്റെ നട്ടെല്ലാണ് സത്യത്തില് ആര് എന്ന് പറയുന്നത് ഈ ട്രിഗണോമെട്രി എന്ന് പറഞ്ഞാൽ. ഒരുപാട് 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 സ്ഥലങ്ങളിൽ ഈ കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഈവൻ എഞ്ചിനീയറിംഗ് ഞാൻ പഠിക്കുന്ന കാലത്ത് ഒരു 4ാമത്തെ വർഷം പോലും ട്രിഗണോമെട്രിന്റെ ആപ്ലിക്കേഷൻ ഇല്ലാത്ത സ്ഥലങ്ങളില്ല. അപ്പോ നമ്മൾ ആദ്യത്തെ പഠിക്കുന്ന ഭാഗം ബേസിക് മാത്തമാറ്റിക്സിലെ ട്രിഗണോമെട്രി. ട്രിഗണോമെട്രി
മലയാളത്തിൽ ത്രികോണമിതി എന്ന് പറയും. ത്രികോണമിതി എന്താണ് ഇവിടെ പഠിക്കുക? ഇത് എ എന്ന് പറയുന്ന സൈഡും ഇത് ബി എന്ന് പറയുന്ന സൈഡും ഇത് സി എന്ന് പറയുന്ന സൈഡും ഉണ്ടെങ്കിൽ പ്രധാനമായി 3 പാരാമീറ്റേഴ്സ്, 3 കാര്യങ്ങൾ. പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സിംപ്ലി ഒരു 3 കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ആദ്യത്തേതാണ് ഒരു റേഷ്യോ ആണ്, സൈൻ തീറ്റ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അതൊരു റേഷ്യോ ആണ്, ഒരു റേഷ്യോ എന്ന് വെച്ചാൽ ഒരു അംശബന്ധമാണ്. അതായത് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്, അല്ലെങ്കിൽ എതിർവശം ഡിവൈഡ് ബൈ കർണമാണ് സൈൻ തീറ്റ എന്ന് പറയുന്നത്. ബി ഡിവൈഡ് ബൈ സി. ഇവിടെയാണെങ്കിൽ എതിർവശം ബൈ കർണം ബി ബൈ സി ആണ് ഇവിടുത്തെ സൈൻ തീറ്റ. അതേപോലെ കൊസൈൻ തീറ്റ. സൈൻ എന്ന് മൊത്തമായി എഴുതുകയാണെങ്കിൽ SINE എന്നാണ് എഴുതുക. സൈൻ എന്ന് പറയുന്നത് SIN അല്ല, SIN എഴുതിയ പാപം എന്നാണ് അർത്ഥം. SINE സൈൻ, പക്ഷെ അത് ചുരുക്കി എഴുതുമ്പോൾ സൈൻ തീറ്റ ഇങ്ങനെയാണ് എഴുതുക. ഇത് കൊസൈൻ തീറ്റ ആണ്, അത് കോസ് തീറ്റ എന്ന് എഴുതുന്നു. അത് അഡ്ജസന്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്, എന്ന് വെച്ചാൽ സമീപവശം ബൈ കർണമാണ്. അഡ്ജസന്റ് എന്ന് പറയുമ്പോൾ സമീപവശം ബൈ കർണം, അത് ചെയ്യാം. വേറൊരു കാര്യം നമുക്ക് പഠിക്കാനുള്ളതാണ് ടാൻ തീറ്റ. ടാൻജന്റ് എന്നാണ് വിളിക്കുക ടാൻ തീറ്റ. അത് ഓപ്പോസിറ്റ് ഡിവൈഡ് ബൈ അഡ്ജസന്റ്, അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആണ് ടാൻ തീറ്റ എന്ന് പറയുന്നത്. സൈൻ തീറ്റ ആരാണ്? ബി ബൈ സി ആണ് സൈൻ തീറ്റ, അല്ലെ? ബി ബൈ സി ആണ് സൈൻ തീറ്റ. കോസ് തീറ്റ ആരാ മക്കളെ? എ ബൈ സി ആണ്. അപ്പൊ ബി ബൈ സി ഡിവൈഡ് ബൈ എ ബൈ സി, രണ്ട് ഭാഗത്തും താഴെ ബൈ സി ഉള്ളത് കൊണ്ട് അവനെ ഞങ്ങൾ തട്ടിയാൽ നമുക്കിവിടെ ബാക്കി വരുന്നവൻ ആരായിരിക്കും? ബി ബൈ എ, എതിർവശം ബൈ സമീപവശം. അതാണ് ടാൻ തീറ്റ എന്ന് പറയുന്നത്. ഇനി ഈ സാധനങ്ങളുടെ റെസിപ്രോക്കലുകൾ അല്ലെങ്കിൽ വ്യുൽക്രമങ്ങളും കൂടി നമുക്കുണ്ട്. എന്ന് വെച്ചാൽ 1 ബൈ സൈൻ തീറ്റ, അതൊക്കെ സാധാരണയുണ്ട്, പക്ഷെ അത് നമുക്ക് ആവശ്യമില്ല, ഫിസിക്സിന് ആവശ്യമൊന്നുമില്ല. 1 ബൈ സൈൻ തീറ്റ എന്ന് പറയുന്നത് കൊസീക് തീറ്റ എന്നാണ് പറയപ്പെടുക. ഇതിനെപ്പറ്റി നിങ്ങൾ മൈൻഡ് ആക്കേണ്ട. ഈ സമയത്ത് നിങ്ങൾ ഈ 3 കാര്യങ്ങളെ പറ്റി മാത്രം ചിന്തിച്ചാൽ മതി. പിന്നെ 1 ഡിവൈഡ് ബൈ കൊസൈൻ തീറ്റ, അതിന് നമുക്ക് പേരാണ് കുഞ്ഞുങ്ങളെ സീക്കൻ തീറ്റ, തീറ്റ. അതുപോലെ 1 ബൈ ടാൻ തീറ്റ, അതിന് നമ്മൾ പേര് വിളിക്കും, അതാണ് കോ ടാൻജന്റ് തീറ്റ അല്ലെങ്കിൽ കോട്ട് തീറ്റ. ഇതും ഉണ്ട്. പക്ഷെ നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് ഈ കാര്യങ്ങൾ മാത്രമാണ്, ഇത്രയും ഭാഗങ്ങൾ മാത്രമാണ്. ഫണ്ടമെന്റലി ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? ഈ കാര്യങ്ങൾ അറിയാവുന്നതല്ലേ? അറിയാം, കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ സാറല്ലേ? ശരി, ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് പുതിയതായിട്ട് പഠിക്കാനുള്ളത്? നിങ്ങൾക്ക് ഓരോ ആംഗിളും, അതായത് ക്ലാസ് ടേബിൾ എന്ന് പറയുന്ന ഒരു ടേബിൾ ഉണ്ട്. അതിന് 0 ഡിഗ്രി മുതൽ 180 ഡിഗ്രി വരെയുള്ള എല്ലാ ആംഗിളുകളുടെയും സൈൻ 1 എത്ര, സൈൻ 2 എത്ര, സൈൻ 3 എത്ര, സൈൻ 3.5 എത്ര തുടങ്ങിയ വാല്യൂസ് എല്ലാം ഉണ്ട്. പക്ഷെ എല്ലാം നമ്മൾ പഠിക്കണ്ട, ഫിസിക്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ എല്ലാ വാല്യൂ പഠിക്കണ്ട. എന്നാൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയ വാല്യൂ നിർബന്ധമായിട്ട് പഠിക്കണം, അത് നിർബന്ധമാണ്. ഇത് ഇന്നത്തെ പഠിക്കാൻ ആവശ്യമായ ഒരു സാധനം അതാണ്. അതായത് നമ്മുടെ 0 ഡിഗ്രി, പ്രധാനപ്പെട്ട കുറച്ച് ആംഗിൾസ് ഞാൻ പറയാണ്. 0 ഡിഗ്രി, അതുപോലെ 30 ഡിഗ്രി, അതുപോലെ മക്കളെ 37 ഡിഗ്രി, 45 ഡിഗ്രി, 53 ഡിഗ്രി. അതെന്താ 37 53 ഡിഗ്രി പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം കേട്ടോ, അത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. 53 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി, ഇത്രയും കാര്യങ്ങൾ. 180 അവിടെ നിന്നോട്ടെ, 180 അവിടെ നിന്നോട്ടെ. ഇതില് ഓരോന്നിന്റെയും സൈൻ വാല്യൂസ് എത്രയാണ്? അതായത് സൈൻ 0 എത്ര? ഓരോ ആംഗിളിലും സൈനും കോസും ടാനും ഉണ്ട്. അപ്പൊ അതിലെ സൈൻ എത്ര, കൊസൈൻ എത്ര, ടാൻ എത്ര തുടങ്ങിയ കാര്യങ്ങളാണ്. അറിയാവുന്നവരെന്ന് പറയാം, ഞാൻ ഇതൊന്ന് ഫില്ല് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തേ. അറിയാവുന്നവരെന്ന് പറഞ്ഞേ സൈൻ 0 എത്രയാ മക്കളെ? അറിയാവുന്നവരെന്ന് പറ. സൈൻ 0 അറിയാത്തവർ ഇന്ന് പഠിക്കും, പറഞ്ഞോ? സൈൻ 0 ഓർമ്മയുള്ളവർ പറഞ്ഞു. സൈൻ 0 എത്രയാ? 0. സൈൻ 30 എത്രയാ? സൈൻ 1/2 അല്ലെങ്കിൽ 0.5.
അറിയാത്തവർ ഇന്നാ പഠിക്കുക, ഇന്ന് നമ്മൾ പഠിക്കല്ലായിരുന്നു. സൈൻ 37 എത്രയാണെന്ന് അറിയോ? ഇല്ല. അത് നമുക്ക് കാണാൻ ടെക്നിക്ക് കിട്ടാം. ഒരു ട്രയാങ്കിൾ, പൈതഗോറിയൻ ട്രയാങ്കിൾ നമ്മൾ പറയാറില്ലേ? 3, 4, 5 ഒരു പൈതഗോറിയൻ ട്രയാങ്കിൾ അല്ലേ? വരച്ച ട്രയാങ്കിൾ കാണുന്നില്ല, അതൊന്നുകൂടി ഈ ട്രയാങ്കിൾ കാണാൻ പറ്റും, ഇവിടെ വരച്ചാൽ കാണാൻ പറ്റുമോ? കാണുന്നുണ്ട്, പക്ഷെ അതിന്റെ മുകളിലത്തെ എഡ്ജ് കാണുന്നില്ല. അത് അവിടെ ബോർഡ് കാണുന്നത്, അതിന്റെ ഒരു എഡ്ജ് കാണാനാണോ ഇത്ര വലിയ പടി? ഒരു കോർണർ, അവിടെ ഒരു കൂർത്ത സാധനം. ഓക്കെ സർ, ഓക്കെ. അത്രേ ഉള്ളൂ. ബാസ്കറ്റ്ബോൾ. ഇത് 3, ഇത് 4, ഇത് 5. കണ്ടോ? 3, 4, 5 കണ്ടോ? കണ്ടേ? അപ്പൊ 3, 4, 5 ഈ ഒരു ട്രയാങ്കിൾ പൈതഗോറിയൻ ട്രയാങ്കിൾ ആണ്. ഉറപ്പല്ലേ? 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ എത്രയാ? 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16 ഈക്വൽ ടു 25. 25 എന്ന് പറയുമ്പോൾ 5 സ്ക്വയർ അല്ലേ? അപ്പൊ ഇതൊരു പൈതഗോറിയൻ ട്രയാങ്കിൾ അല്ലേ? ആണോ? അതെ, ആണ്. ഈ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ശരിയല്ലേ? അതെ. ഏറ്റവും വലിയ സൈഡ്, നിങ്ങൾക്ക് ഒരു ഷോർട്ട് കട്ട് ആണ്, ഒരു ടെക്നിക്കാണ്. ഏറ്റവും വലിയ സൈഡ് 5, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ, ആ ത്രികോണത്തിലെ ഏറ്റവും വലിയ ആംഗിൾ 90 ഡിഗ്രി. ഇനി തൊട്ട് താഴെയുള്ള സൈഡ് 4 ആണ്, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിൾ, അതിനേക്കാൾ കുറച്ച് താഴെയുള്ള മക്കളെ 53 ഡിഗ്രി ആയിരിക്കും. ഇത് എന്തുകൊണ്ട് കിട്ടി? കുത്തിയിരുന്ന് പണ്ടുള്ള സയന്റിസ്റ്റുമാര് വരച്ച് ഓരോ വാല്യൂസും വെച്ച് കണ്ടുപിടിച്ചതാണ്. ഇത് ഏകദേശം 53 ഡിഗ്രി, 53 സംതിങ് ഉണ്ട്, പക്ഷെ 53 നമ്മൾ എഴുതും ഫിസിക്സിലൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഏറ്റവും ചെറുത് 3 ആണ്, അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എത്രയായിരിക്കും വരിക? 37 ഡിഗ്രി ആയിരിക്കും വരിക. അപ്പൊ ഈ ആംഗിൾസ് ഏതൊക്കെയാണെന്ന് മനസ്സിലായോ? ഈ ട്രയാങ്കിൾ വേറെ തന്നെ വരച്ചു വെച്ചോ. നിങ്ങൾ പഠിക്കാൻ പോകുന്ന ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന പാഠത്തില് എൻട്രൻസ് ക്വസ്റ്റ്യൻസ് വരുന്ന ഏറ്റവും കൂടുതൽ ആംഗിളുകളിൽ ഒന്ന് ഇതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ട്രയാങ്കിൾ നിർബന്ധമായിട്ട് നിങ്ങളൊന്ന് വരച്ചു വെച്ചേക്കണം. ഇപ്പൊ തന്നെ വരച്ചോ റഫായിട്ട്. ഒരു ത്രികോണം വരയ്ക്കുന്നു, ആ ത്രികോണത്തിൽ ഏറ്റവും വലിയ ആംഗിൾ 90 ഡിഗ്രി, അതിന്റെ ഓപ്പോസിറ്റ് ഏറ്റവും വലിയ സൈഡ് 5, തൊട്ട് താഴെയുള്ള ആംഗിൾ 53, അതിന്റെ ഓപ്പോസിറ്റ് അതിനേക്കാൾ താഴെയുള്ള 4, ഏറ്റവും ചെറിയ 37. അപ്പൊ 5, 4 ഏറ്റവും ചെറിയ 3 ഇവിടെ വരുന്നു. അപ്പൊ ഇതാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ട്രയാങ്കിൾ ആയിട്ട് വരിക. ഓക്കെ ആണല്ലോ? ഐഡിയ ആണോ? അങ്ങനെയാണെങ്കിൽ എന്നോട് പറ, എത്രയാ സൈൻ 37? പറ. സൈൻ 37 പറഞ്ഞേ നോക്കട്ടെ, എത്ര ആൾക്കാർ പറയുന്നുണ്ടെന്ന്. സൈൻ 37 എത്രയാണ് മക്കളെ വരിക? സൈൻ 37 ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ 5. 37ന്റെ ഓപ്പോസിറ്റ് ആരാണ്? 3. 37ന്റെ ഓപ്പോസിറ്റ് ആരാണ്? 3. അപ്പൊ എതിർവശം 3 ഡിവൈഡ് ബൈ കർണം, അത് 5 ആണ്, ഹൈപ്പോട്ടനസ് 5 ആണ്. അപ്പൊ സൈൻ 37 എത്രയാ? 3/5. ഇത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യരുത്, ഇത് നിങ്ങൾ ഈ ത്രികോണം മാത്രമേ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യാവുള്ളൂ. ഈ ട്രയാങ്കിൾ ആയിരിക്കണം നിങ്ങളുടെ തലയിൽ ഉണ്ടാവുന്നത്. ഫിസിക്സിൽ ഒരു തേങ്ങാക്കൊലിയും അനാവശ്യം ബൈഹാർട്ട് ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ തലച്ചോറ് ഉപയോഗിക്കുക, ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഓർക്കുക, ബാക്കിയുള്ളത് നിങ്ങൾക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റണം. അപ്പോഴാണ് നിങ്ങൾ നല്ലൊരു ഫിസിക്സ് പഠിക്കുന്ന കുട്ടിയായിട്ട് മാറുന്നത്. അപ്പൊ സൂപ്പറായി. അപ്പൊ എനിക്ക് ചാറ്റിലൊക്കെ വന്നിട്ടുണ്ട് 3/5 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. സൻഹാസ് വ്ലോഗ്. ഓക്കെ, വ്ലോഗൊക്കെ എഴുതുന്ന ആൾക്കാരൊക്കെയാണോ? പഠിച്ചോനെ, അടിപൊളി. അപ്പൊ ശരി. ഇനി സൈൻ 45 എന്ന് പറഞ്ഞ സൈൻ 45 എത്രയാണ്? എത്ര വരിക? 1/√2. അതുപോലെ മക്കളെ സൈൻ 53, എനിക്ക് ഇപ്പൊ പറഞ്ഞ സൈൻ 53 എത്രയാണുള്ളത്? സൈൻ 53 ഒന്ന് ഉഷാറായിട്ട് വാടോ. ഇതെന്താ കഞ്ഞികളായിട്ട് ഇരിക്കുന്നത്? ഉഷാറായിട്ടിരിക്കും. യെസ്, എത്ര സൈൻ 53? 4/5. സൈൻ 53 ഓപ്പോസിറ്റ് 4 ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനസ് എത്രയാ? 5. ശരി, പക്ക. സൈൻ 60 എത്രയാണെന്ന് അറിയാവോ? √3/2. സൈൻ 60 √3/2. സൈൻ 90 ഉറപ്പായിട്ടും 1 വരിക. അപ്പൊ 0 മുതൽ 90 ഡിഗ്രി വരെ പോകുമ്പോൾ സൈനിന്റെ വാല്യൂ കൂടി വരും.
1/2 എന്ന് പറയുമ്പോൾ 0.5 ആണ്. 3/5 എന്ന് പറയുമ്പോൾ 0.6 ആണ്. ഇത് 0.7 ആണ്. ഇത് 0.8 ആണ്. കണ്ട, ഇത് 0.8 ആണ്. ഇത് ഏകദേശം അങ്ങനെ വരും. അങ്ങനെ 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 കൂടി വരും. അപ്പൊ ഇതാണ് സൈൻ തീറ്റയുടെ അവസ്ഥ. ഇത് നേരെ തിരിച്ചിട്ട കോസ് തീറ്റയാവും. സൈനിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരിക. അപ്പൊ അതെങ്ങനെയായിരിക്കും വരിക? കോസ് 0 എത്രയാ വരേണ്ടത്? 1. കോസ് 0 1. അതായത് സൈനിന്റെ ഇവിടെയുള്ളവൻ കോസിന്റെ ഇവിടെ ഉണ്ടാവും 1. കോസ് 30 എത്രയാ വരാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞേ? √3/2. √3/2. പുറകോട്ട് വരട്ടെ. യെസ്. കോസ് 37 എത്രയാ വരാൻ സാധ്യത? 4/5. വെരി ഗുഡ്. 4/5. എങ്ങനെ തിരിച്ചിങ്ങോട്ടേക്ക് വന്നു? ഇനി നമുക്ക് ഇവിടെ നിന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കോസ് 53 എത്രയാ? അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടനസ് 3/5. കോസ് 37 അല്ലേ? കോസ് 37 അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടനസ് 4/5. 4/5 4/5 കിട്ടി. കോസ് 45 എത്രയാണ് പറയാം? 1/√2. കാരണം ഇങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് വന്ന് നടുവിലായി 1/√2 കിട്ടി. ഇനി അപ്പൊ കോസ് 53 എത്രയായിരിക്കും? 3/5. 3/5. തിരിച്ച് ബാക്കോട്ടേക്ക് വന്നു. സോ 3/5. കോസ് 60 എത്രയായിരിക്കും വരിക? 1/2. കോസ് 90 എത്രയാ വരിക? 0. അപ്പൊ കോസിന്റെ വാല്യൂ ആംഗിൾ കൂടുമ്പോ കൂടുകയാണോ കുറയാണോ ചെയ്യാ പറ? കോസൈന്റെ വാല്യൂ ആംഗിൾ കൂടുമ്പോ കൂടുകയാണോ കുറയാണോ ചെയ്യാ? പറഞ്ഞു കൊടുത്തോളും. സോ ഈ വാല്യൂസ് എന്റെ മക്കള് നന്നായിട്ട് പഠിക്കണം. ഇത് പഠിച്ചാൽ ടാൻ തീറ്റ പഠിക്കാൻ ഒന്നുമില്ല, പുട്ടാണ് പുട്ട്. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. അപ്പൊ 0/1 എത്ര കിട്ടി? 0 കിട്ടി. Sin 30 1/2 divided by √3/2. 2 വെട്ടിപ്പോയാൽ നമുക്ക് എത്ര കിട്ടും? 1/√3. ഇത് 3/5 divided by 4/5. 5 വെട്ടിപ്പോയാൽ നമുക്ക് എത്ര കിട്ടും? 3/4. 1/√2/1/√2 എല്ലാം കൂട്ടത്തോടെ വെട്ടിയാൽ 1 കിട്ടും. 4/5 divided by 3/5. 5 വെട്ടിപ്പോയാൽ മുകളിൽ 4 താഴെ 3. √3/2 divided by 1/2. 2 വെട്ടിപ്പോയാൽ √3/1 അത് √3. sin theta by cos theta 1/0. 1/0 എന്ന് പറയുന്നത് എന്താണ്? അൺഡിറ്റർമിനന്റ് ആണ് എന്ന് വെച്ചാൽ യാതൊരു തരത്തിലും ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല. മാത്തമാറ്റിക്സിൽ അത് ഡിഫൈൻഡ് അല്ല. ഡിഫൈൻഡ് അല്ലാത്തതിന്റെ കാരണം ഇതുവരെ ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്തതുകൊണ്ടല്ല. നമ്മൾ വിചാരിക്കും അയ്യേ ഇത് ആർക്കും കിട്ടാത്തതാണോ? അല്ല, ഇത് ആവശ്യമില്ല. ഈ ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ എവിടെയും ആവശ്യങ്ങളില്ല. അതുകൊണ്ടാണ് ഇൻഡിറ്റർമിനന്റ് എന്ന് പറയുന്നത്, ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. റെഡി? അപ്പോ ഇൻഫിനിറ്റി ആണ് വരിക. ഇൻഫിനിറ്റി പല ആൾക്കാർ എഴുതുന്നത് ഇങ്ങനെ എഴുതുന്നത് കാണാറുണ്ട്. ഇങ്ങനെ എഴുതുന്നത് കേട്ടോ. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞിട്ട് എഴുതേണ്ടത് എപ്പോഴും ഇത് ക്ലോസ്ഡ് ആയിട്ടാണ് എഴുതുക. ഇങ്ങനെയാണ് ഇൻഫിനിറ്റി എഴുതുക. ഓക്കെ, അതൊന്ന് മനസ്സിൽ വെച്ചേക്കണേ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ടേബിൾ. സോ ഈ ടേബിൾ എന്റെ മക്കള് അറിയാത്ത ആൾക്കാർ പഠിച്ചോളൂലേ? പഠിച്ചോളൂ? പഠിക്കൂല? സോ അടിപൊളിയായിട്ട് പഠിക്കുക, നന്നായിട്ട്. അപ്പൊ ഈ ടേബിൾ മാത്രമേ ഇന്ന് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. സോ വളരെ റിലാക്സ് ആയിട്ട് നിങ്ങൾ ഇരുന്നോളൂ. ഇനി ഞാൻ ചെറിയൊരു കാര്യം കൂടി, നമ്മൾ മാത്തമാറ്റിക്സ് ആവശ്യമായിട്ട് ചില പ്രോപ്പർട്ടീസ് പഠിക്കാറുണ്ട്. ശരിക്കും ഈ ട്രിഗണോമെട്രിയിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഒന്ന് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്തായിരിക്കും വരിക? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ. ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ, നിങ്ങളൊന്ന് സൈൻ സ്ക്വയർ 30 പ്ലസ് കോസ് സ്ക്വയർ 30 ഒന്ന് ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്താ ഈ സൈൻ സ്ക്വയർ 30 എന്ന് പറഞ്ഞാല്? എടാ ഒന്നുമില്ല, സൈൻ 30 സൈൻ 30 അതിന്റെ സ്ക്വയർ എടുക്കുക. സൈൻ 30ന്റെ സ്ക്വയർ എടുത്താൽ, പക്ഷെ സൈൻ 30 സ്ക്വയർ എന്നല്ല അവർ എഴുതുക, സൈൻ സ്ക്വയർ 30 എന്നാണ് എഴുതുക. അതൊരു രീതിയാണ്, കാലാകാലങ്ങളായി അനുവർത്തിച്ചു വരുന്ന ഒരു രീതിയാണ്, കണക്കിലെ ഒരു രീതിയാണ്. സൈൻ 30 സ്ക്വയർ എന്ന് എഴുതില്ല, സൈൻ സ്ക്വയർ 30 എന്നാണ് എഴുതുക. എന്തുകൊണ്ടാണ് എഴുതാത്തതിന്റെ കാരണം എന്ന് അറിയോ? സൈൻ 30 സ്ക്വയർ എഴുതാത്തതിന്റെ കാരണം എന്താണെന്ന് അറിയോ? അപ്പൊ ചില ആൾക്കാർ വിചാരിക്കും അത് സൈൻ 900 ആണ് എന്ന് വിചാരിക്കും. കാരണം 30ന്റെ സ്ക്വയർ 900 ആണ്. അപ്പൊ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ സൈൻ 30 ഹോൾ സ്ക്വയറിനെ സൈനിന്റെ മുകളിൽ സ്ക്വയർ ഇടുന്നത്.
അപ്പൊ സൈൻ സ്ക്വയർ 30 പ്ലസ് കോസ് സ്ക്വയർ 30 എത്രയാണ് എന്റെ മക്കൾക്ക് കിട്ടാമെന്ന് പറഞ്ഞാട്ടെ. ഇതൊന്ന് ചെയ്ത് കണ്ടുപിടിച്ചാട്ടെ. സൈൻ 30 സ്ക്വയറും കോസ് 30 സ്ക്വയറും കൂടി ഒന്ന് കൂട്ടും നിങ്ങൾ. എത്രയാ കിട്ടുക? യെസ്, പല ആൾക്കാരും ആൻസർ പറയുന്നുണ്ട് കേട്ടോ. സമ, സൻഹ എല്ലാരും പറയുന്നുണ്ട്. ഈ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് കിട്ടുന്നുണ്ട്. വെരി ഗുഡ് സൂപ്പർ, നല്ല കാര്യം. സൈൻ 30 എന്ന് പറഞ്ഞാൽ എത്രയാ? 1/2. അപ്പൊ സൈൻ സ്ക്വയർ 30 എത്രയാ? 1/2 സ്ക്വയർ പ്ലസ് കോസ് 30 എത്രയാ? √3/2. അതിന്റെ സ്ക്വയർ എത്രയാ? √3/2 സ്ക്വയർ. അപ്പൊ ചെയ്താൽ കിട്ടും 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4 പ്ലസ് √3ന്റെ സ്ക്വയർ 3, 2ന്റെ സ്ക്വയർ 4. 1/4 3/4 1ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഏത് ആംഗിൾ എടുത്തോ, നിങ്ങൾ ഇന്ന് എന്റെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഏത് ആംഗിൾ എടുത്തോ, സൈൻ സ്ക്വയർ 45 പ്ലസ് കോസ് സ്ക്വയർ 45, സൈൻ സ്ക്വയർ 60 പ്ലസ് കോസ് സ്ക്വയർ 60, സൈൻ സ്ക്വയർ 90 പ്ലസ് കോസ് സ്ക്വയർ 90, ഏത് ആംഗിൾ നിങ്ങൾ എടുത്താലും അത് രണ്ടും കൂടി കൂട്ടിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എപ്പോഴും 1 ആയിരിക്കും. 0 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ 1 ആണ്. 1/2 സ്ക്വയർ പ്ലസ് √3/2 സ്ക്വയർ 1 ആണ്. ഇത് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടുക. ഇത് സ്ക്വയർ ചെയ്ത് കൂട്ടിയാൽ 1 കിട്ടുക. ഏത് സ്ക്വയർ ചെയ്ത് കൂട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് 1 കിട്ടുക. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പ്രോപ്പർട്ടിയാണ്, നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു പ്രോപ്പർട്ടിയാണ് കണക്കിന് ആവശ്യമായത്, അല്ല ഫിസിക്സിന് ആവശ്യമായത്. ഓക്കെ ആണോ? സെറ്റ് ആണോ? അതെ. എല്ലാവരോടും കൂടിയാണ് ചോദിക്കുന്നത്. എല്ലാവരും എന്നോട് റിപ്ലൈ ചെയ്യുന്ന ആൾക്കാര് സൂപ്പർ, നല്ല കാര്യം. നിങ്ങൾ അങ്ങനെ തന്നെ റിപ്ലൈ ചെയ്ത് കണ്ടിന്യൂ ചെയ്യണം. അല്ലാത്ത ആൾക്കാരോട് ഒന്ന് മുമ്പോട്ടേക്ക് വരണം. ഓക്കെ ആണോ? ഓക്കെ ആണ്, സെറ്റാണ്, ഹാപ്പി ആണോ? ഹാപ്പി അല്ലേ? നിങ്ങളെ ഈ മാസത്തിലൊന്നും പിടിക്കണ്ട കേട്ടോ. ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓൺലൈൻ ക്ലാസ് ആണ്. നിങ്ങൾ സാധാരണ ക്ലാസ്സിൽ എങ്ങനെയാ ഉണ്ടാവുക? ചിലപ്പോഴൊക്കെ സംസാരിക്കില്ലേ, ചിലപ്പോഴൊക്കെ നമ്മൾ വർത്താനം പറയൂലേ, ചിലപ്പോഴൊക്കെ നമ്മൾ തമാശ പറയൂലേ. അപ്പൊ അതേപോലെ കണ്ടാൽ മതി. നിങ്ങളൊന്ന് ചില്ലാവും. അപ്പൊ നിങ്ങളൊന്ന് ഹാപ്പി ആയിരിക്കും. ഓക്കെ. ചില സമയത്തൊക്കെ നിങ്ങൾക്ക് ചാറ്റിലോ അല്ലെങ്കിലൊക്കെ സ്മൈലികളും ഒക്കെ നിങ്ങൾക്ക് അയക്കാം, ഒരു കുഴപ്പമില്ല. അതൊക്കെ ഒരു രസമാണ്. റെഡി? അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളൊരു ക്ലാസ് ഫ്രൂട്ട്ഫുൾ ആക്കണം, ഒരു ലിവിങ് ആക്കണം നമ്മൾ. അപ്പൊ നമുക്ക് ക്ലാസ്സിൽ ഇരിക്കാൻ ഭയങ്കര സന്തോഷമായിരിക്കും. റെഡി? അപ്പൊ ആദ്യം എഴുതി. ഇനി ഞാൻ അടുത്തതായിട്ട് പറയാൻ പോകുന്ന ഒരു കാര്യം, ട്രിഗണോമെട്രി നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി. ബാക്കിയെല്ലാം നിങ്ങൾ കണക്കിലങ്ങ് പഠിച്ചോളും, മാത്സിൽ തന്നെ പഠിച്ചോളും. ഫിസിക്സിന് ആവശ്യമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ പഠിക്കേണ്ട ചില കാര്യങ്ങൾ പല സമയങ്ങളിലായിട്ട് നിങ്ങൾ കാണുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതായത് പവറുകളിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ പാർട്ടാണ് പവേഴ്സ്. പവറുകളിൽ കാണുന്ന ചില കാര്യങ്ങൾ. ഒന്ന്, ചില പ്രോപ്പർട്ടികളാണ്. a⁻m into a⁻n. ഇപ്പൊ എക്സാമ്പിൾ പറയാം. 2/2 into 2/4. ഇതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഈ പ്രോപ്പർട്ടി ഉണ്ടാകും. ഒന്നുമില്ല, a⁻m into a⁻n എന്ന് പറഞ്ഞാൽ a⁻m+n ആണ്. അതായത് 2/2 into 2/4 എന്ന് എഴുതിയാൽ അത് നിങ്ങൾക്ക് 2/2+4 എന്ന് എഴുതാം. അത് 2/6 ആണ് കിട്ടുക. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി, പവറുകളുടെ ഒരു പ്രോപ്പർട്ടി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. പിന്നെ വേറെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് a⁻m divided by a⁻n. അത് a⁻m - n ആണ്. ഫോർ എക്സാമ്പിൾ 2/8 divided by 2/4. നമ്മൾ അങ്ങനെ 2/8 - 4, അത് 2/4 നമുക്ക് എഴുതാം. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ പവറുകളിൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് a⁻m all⁻n എന്ന് പറഞ്ഞാൽ a⁻mn ആണ്. ഇപ്പൊ 3/7 all⁻2 എന്ന് എഴുതിയാൽ 3/7 into 2, അതായത് 3/14 എന്ന് എഴുതാവുന്നതാണ്. അപ്പൊ ഈ 3 പ്രോപ്പർട്ടീസ്, ഇത് ബേസിക് ആയിട്ടുള്ള 3 പ്രോപ്പർട്ടീസ് ആണ്. ഇനി തുടർന്ന് കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്. എന്തായാലും ഈ സാധനങ്ങൾ കൂടി ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്.
എന്നാൽ നിങ്ങൾ ഓർമ്മ പുതുക്കേണ്ട കാര്യങ്ങളാണ്. റെഡി? ഓർമ്മ ഒന്ന് കിട്ടി വരുന്നുണ്ടോ? എനിക്ക് സൂപ്പർ ആയിട്ട് എനിക്ക് നന്നായിട്ട് ഓക്കെ സൻഹ നന്നായിട്ട് എനിക്ക് റിപ്ലൈ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. കീപ് ഇറ്റ് അപ്പ്. അതേപോലെ തന്നെ ചെയ്യുക. അതേ ഉഷാർ അവസാനം വരെ കാണിക്കണം. എല്ലാവരും അതേപോലെ തന്നെ വരാൻ നോക്കുക പരമാവധി ഉഷാറായിട്ട്. ഓക്കെ, ഇത് കത്തിയോ എല്ലാവർക്കും? ഓർമ്മ കിട്ടിയോ? പഠിച്ചത്? അതേപോലെ എന്റെ മക്കളെ ചില ആൾക്കാരൊക്കെ മുമ്പിൽ കാണുമ്പോ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു സാധനം ഉണ്ടേ. അതായത് a⁻m ഇതെന്തായി സാധനം? ഇത്രയേ ഉള്ളൂ. അതായത് നിങ്ങളോട് ചോദിക്കുകയാണ് 2⁻2 എന്ന് പറഞ്ഞാൽ എന്താണ്? റേസ് ടു ഒരു നെഗറ്റീവ് വരികയാണെങ്കിൽ അതിന്റെ അർത്ഥം 2⁻2 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 1/2⁻2 എന്നാണ്. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സാധനത്തിന്റെ പവർ നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ അർത്ഥം 1/ ആ സാധനം റേസ് ടു അതേ പവർ എന്നാണ് അതിന്റെ അർത്ഥം. എഴുതുന്ന സിമ്പൽ ഉദ്ദേശിക്കുന്നത് ഇതാണ്. അതായത് a⁻m എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം 1/a⁻m ആണ് സാധനം. അത് പ്രത്യേകം മനസ്സിലാക്കുക. എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ പല ആൾക്കാരും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ അറിയാത്തൊരു കാര്യമുണ്ട് പലപ്പോഴായിട്ട്. അത് ഞാനൊരു ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. ഇപ്പൊ a⁻1/2 എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എന്താ a⁻1/2 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മക്കളെ? ഏതെങ്കിലും ഒരു സാധനം a⁻1/2 എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? അറിയാവുന്നവരൊന്നും പറയാമോ? അറിയാത്തവർക്ക് നമുക്ക് ഇന്ന് തന്നെ പഠിക്കാം. എന്നാൽ അറിയുന്നവരൊന്നും പറയാമോ? a⁻1/2 എന്നൊക്കെ എഴുതി എന്താ അവർ ഉദ്ദേശിക്കുന്നത് കണക്കില്? എന്താണെന്നറിയോ? a⁻1/2 എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് എടുക്കാന്ന് അർത്ഥം. അതായത് വെറും സ്ക്വയർ റൂട്ട് എന്ന് വെച്ചാൽ 4⁻1/2 എന്ന് ഒരാൾ എഴുതിയ അതിന്റെ അർത്ഥം √4 എന്നാ മക്കളെ. √4 ആരാ? 2. ഒന്നുകിൽ +2 അല്ലെ -2. അപ്പൊ ഇതാണ് ഈ ⁻1/2 എടുക്കുന്നതിന്റെ അർത്ഥം. എപ്പോഴും ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ ഈ സാധനം കാണാം. ഒന്നുമില്ല, വെറും റൂട്ട് എടുക്കുക. സംഭവം സിമ്പിൾ അല്ലേ? ആണോ? അതുപോലെ അപ്പൊ നിങ്ങൾ പറ a⁻1/3 എന്തായിരിക്കും? നിങ്ങളൊരു ലോജിക്ക് വെച്ച് പറ. a⁻1/3 എന്തായിരിക്കും? ക്യൂബ് റൂട്ട്. വെരി ഗുഡ്. ഒരാൾ ആൻസർ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ ഓക്കെ പറ. എന്തായിരിക്കും? ക്യൂബ് റൂട്ട്. ക്യൂബ് റൂട്ട് ആയിരിക്കും. എയുടെ ക്യൂബ് റൂട്ട് ആണ്. ഇപ്പൊ 27⁻1/3 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 3 ആയിരിക്കും. കാരണം 27ന്റെ ക്യൂബ് റൂട്ട് 3 ആണ്. 3 × 3 × 3 9 × 3 27. അപ്പോ ക്യൂബ് റൂട്ട് ഓഫ് 27 എന്ന് പറയുന്നത് 33 ആണ്. അപ്പൊ 27⁻1/3 എഴുതിയാൽ മതി നമ്മള്. മനസ്സിലായോ? പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഇതും കാണുമ്പോൾ തിരിച്ചറിയാൻ പറ്റണം. അതുപോലെ a⁻1/n എന്നൊക്കെ പറഞ്ഞാൽ nth റൂട്ട് എന്ന് പറയാം. അത്രയ്ക്കൊന്നും അത്രയും നീണ്ടുപോയി ജാടയാക്കേണ്ട ആവശ്യമില്ല. സോ ഇത്രയും കാര്യങ്ങൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത്രയും കാര്യങ്ങളും എന്റെ മക്കൾക്ക് സെറ്റ് ആണോ? എല്ലാ പോയിന്റ്സും ഉറപ്പാണ്? അത്രയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതൊക്കെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളേ. ചെറിയ കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇന്ന് പോകുമ്പോഴേക്ക് നമുക്ക് ഒരിത്തിരി ഭയങ്കര ചെറിയൊരു കുഞ്ഞു കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാത്സിലെ ഒരു കളിയാണ്. നല്ല രസമുള്ളൊരു കളി കേട്ടോ. ഒരു ചെറിയ മാത്തമാറ്റിക്സ് കളി. ഇതാണ് 1 മിനിറ്റേ വേണ്ടു സംഭവം. നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ് 9ന്റെ സ്ക്വയർ എത്രയാണ്? ഈ ഇതുമായി ബന്ധമൊന്നുമില്ല കേട്ടോ. ഒരു മാത്സിൽ ടിപ്പാണ്, ചുമ്മാ ഒരു ടിപ്പ്. അവിടെ നിന്നുണ്ട് 1 മിനിറ്റ് ടിപ്പ്. 9ന്റെ സ്ക്വയർ എത്രയാണ്? എത്രയാണ് മക്കളെ? 9ന്റെ സ്ക്വയർ എത്രയാന്ന് പറഞ്ഞേ. കൂട്ടാണ് 81. 99ന്റെ സ്ക്വയർ എത്രയാണ്? 99ന്റെ സ്ക്വയർ എത്രയാണ്? ചുമ്മാ പഠിച്ചോനെ കാൽക്കുലേറ്റർ വേണം, അല്ലെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി മുതൽ നിങ്ങൾ അത് ചെയ്യരുത്. 9ന്റെ സ്ക്വയർ എത്രയാ? പറ, ഒന്നുകൂടി പറ. 9ന്റെ സ്ക്വയർ എത്രയാ? 81 അല്ലേ? അല്ലേ? ഓക്കെ. അപ്പൊ 9ന്റെ സ്ക്വയർ 81 ആണ്.
ഇനി ഒരു 9 സ്ക്വയർ എടുത്തു. ഇനി എത്ര 9 ബാക്കിയുണ്ട്? എത്ര എണ്ണം ബാക്കിയുണ്ട് പറ? ഒരു 9 ബാക്കിയില്ലേ? പോയോ? ഇല്ല സർ. ഓക്കെ, ഒരു 9 ബാക്കിയുണ്ട്. അപ്പോ നമ്മൾ ഒരു 0 ഇവിടെ ഇട്ട് കൊടുക്കുക, ഒരു 9 ഇവിടെ ഇട്ട് കൊടുക്കുക. 9 ബാക്കിയുള്ളതെങ്കിൽ ഒരു 0 ഇട്ട് കൊടുക്കുക, ഒരു 9 ഇവിടെ ഇട്ട് കൊടുക്കുക. 999 സ്ക്വയർ ആണെങ്കിൽ 9 81. 999 സ്ക്വയർ ആണ്. മൾട്ടിപ്ലൈ ചെയ്ത സമയം കാണാൻ നോക്കണം. അപ്പോ 2 9 ബാക്കിയുണ്ട്. 2 0 ഇട്ട് കൊടുക്കുക, 2 9 ഇട്ട് കൊടുക്കുക. പുട്ടാണ്. 9999 സ്ക്വയർ എത്രയാന്ന് നോക്കാം. 9 സ്ക്വയർ എത്രയാ? 81. ഇനി എത്ര 9 ബാക്കിയുണ്ട്? 3. 3 0 ഇവിടെ ഇട്ട് കൊടുക്കുക, 3 9 ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പോ നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ്, അല്ല മോനെ ഇതിന്റെ സ്ക്വയർ എത്രയാന്ന് ചോദിക്കുകയാണ്. 3 3 6 9 ഉണ്ടല്ലേ? 9,99,999 സ്ക്വയർ എത്രയാണ് നിങ്ങളോട് ചോദിച്ചു. നിങ്ങൾ എന്ത് പറയാ ആൻസർ? എത്രയാണോ ആൻസർ പറയാ? 9 സ്ക്വയർ എത്രയാ? 81. ശരിയല്ലേ? പോയോ? അപ്പോ ബാക്കി എത്ര 9 ഇവിടെ ഉണ്ട്? 3 2 5 9 ഇവിടെ ഉണ്ട്. ചുമ്മാ ഒരു 5 9 ഇവിടെ ഇട്ട് കൊടുക്കുക, സോറി 0 ഇവിടെ ഇട്ട് കൊടുക്കുക, 5 9 ഇവിടെ ഇട്ട് കൊടുക്കുക. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വേണ്ടത്. കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് നോക്കാം. ചുമ്മാ ഒരു കണക്കിലെ കളി പറഞ്ഞു മാത്രമേ ഉള്ളൂ. സിംപ്ലി നമ്മളിങ്ങനെ ചെറിയ 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 കാര്യങ്ങൾ കണക്കിലത്തെ, എന്തുകൊണ്ടാണ് ഫിസിക്സിലൊക്കെ പല കാര്യങ്ങളും ഈ 999 സ്ക്വയർ ഒക്കെ പല ക്വസ്റ്റ്യൻസിലും അതെല്ലാം ക്വസ്റ്റ്യൻ ചോദിക്കുക. ആ ക്വസ്റ്റ്യന്റെ അവസാനത്തെ സ്റ്റെപ്പ് ആയിരിക്കും ഈ 999 സ്ക്വയർ ഒക്കെ. അതൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ്. ഇങ്ങനെ ഓരോരോ ടിപ്പുകൾ കുറേശ്ശെ നമ്മളിലേക്ക് ലോഡ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നല്ല ഡെവലപ്പ് ആവും ഒരു 2 മാസം കൊണ്ട്. അപ്പൊ കുഞ്ഞു അങ്ങനെയുള്ള ചെറിയ ചെറിയ നുണുക്ക് വിദ്യകൾ ഓരോന്ന് വെച്ചിട്ട് നമുക്ക് ഓരോ ദിവസം പഠിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? യോ ഒരാളൊരു ഡൗട്ട് ചോദിച്ചോട്ടോ. ആ ഡൗട്ട് കൂടി ചോദിച്ചിട്ട് ആ ഡൗട്ട് കൂടി ഒന്ന് പറഞ്ഞിട്ട് ഞാൻ പോവാം. അതായത് പവറിന്റെ ഒന്നുകൂടി പറയാമോ? ഏത് പവറിന്റെ മോളെ പറയേണ്ടത് പറഞ്ഞോ? ഏത് പവറിന്റെ പറയേണ്ടത്? ഏത് പവറിന്റെയാണ് പറയേണ്ടത്? ഒന്ന് പറയാമോ? എനിക്കത് മനസ്സിലായില്ല. എന്താണ് ചോദിച്ചത് മനസ്സിലായില്ല. പവറിന്റെ മൊത്തമായിട്ടൊന്ന് പറയണമെന്നാണ് പറഞ്ഞത്. അവള് പോയാ? ആൽഡ്രിയ? യെസ്, പോയോ? പറച്ചോനെ മൊത്തം പറയണോ? മൊത്തം പറയാന്ന് പറയുമ്പം എന്താ ഞാൻ പറയാം. ഇപ്പോ മോളെ എനിക്കറിയുന്നത് 4/3 ഗുണിക്കണം 4/6 ആണെന്ന് വിചാരിക്കുക. ഇതിപ്പോ നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം? 4/3 ഗുണിക്കുമ്പോ 4 × 4 × 4 ആണ്. 4/6 ഗുണിക്കുമ്പോ 4 × 4 × 4 × 4 × 4 × 4 ആണ് വരിക. ഇപ്പൊ ഇത് എത്ര 4കൾ വന്നു? ഈ 4 വെച്ച് നോക്കൂ. 4/1, 4/1, 4/2, 4/3, 4/4, 4/5, 4/6, 4/7, 4/8, 4/9. അപ്പൊ 4/9 വന്നു. നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ മുറിച്ചെഴുതേണ്ട കാര്യമില്ല. നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? 4/3 × 4/6 എന്ന് പറയുന്നത് 4/9 എന്ന് എഴുതിയാൽ മതി. ഡയറക്റ്റ് ആയിട്ട് ഇത് കൂട്ടിക്കഴിഞ്ഞാൽ ഇത് കിട്ടും. അത് മൊത്തമായി നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് A/n എന്ന് വെച്ചാൽ ഏതോ ഒരു നമ്പർ ഏതോ ഒരു നമ്പർ. 4/3 ആണെങ്കിൽ ഇത് 4 ഇത് 3 ഗുണിക്കണം 4/6 സംതിങ് അതേ നമ്പർ വേറൊരു നമ്പർ എന്ന് എഴുതാം. നമുക്ക് നമ്മൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? 3 + 6 9 എന്ന് എഴുതുന്നതിന് പകരം A/m + n എന്ന് എഴുതാവുന്നതാണ്. m + n. ഈ പോയിന്റ് എനിക്ക് കത്തിയോ? ഞാൻ ആൽഡ്രിയക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. പ്രധാനമായിട്ടും ചോദിക്കാം. ക്ലിയർ ആണോ?
പോയോ? ഡൗട്ട് പോയോ? ആൽഡ്രിയ മൈക്ക് ഓൺ ആയിക്കോളൂ. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പൊ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടാവും സാർ. ആണോ? എനിക്ക് തോന്നുന്നു ആ സമയത്ത് പറയുന്ന സമയത്ത് മേ ബി നെറ്റ്വർക്ക് പോയതുകൊണ്ടായിരിക്കാം ചിലപ്പോ. ഇത് നമുക്കൊരു കാര്യം ചെയ്യാം, ആൽഡ്രിക്ക് റെക്കോർഡ് കൊടുക്കാം. റെക്കോർഡ് കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റെക്കോർഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്, എന്നിട്ട് അവർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ് പറയാം അല്ലെ? അങ്ങനെ ചെയ്യാം, നല്ലത്. ഇതിപ്പോ നമുക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ സമയമായിട്ടോ. അപ്പൊ ഓക്കെ മോളെ, നമുക്ക് അടുത്ത ക്ലാസ് തന്നെ. ഇത് വിട്ടുപോകുന്നില്ല ഈ ഡൗട്ട്. ഇൻ കേസ് എനിക്ക് പറ്റിയിട്ടില്ലെങ്കിൽ പേഴ്സണലി മെസ്സേജ് അയക്കാം, അതല്ലെങ്കിൽ എനിക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്തായാലും പറയാം. ഓക്കെ, എന്താണ് ഒന്ന് പറയൂ ആൾറെഡി എന്തോ